ചേട്ടാ ഇത് തങ്കമണിയാണോ? ഗണേശനൊക്കെ പണ്ട് കളിയാക്കി ഞാനും മണിയൊക്കെ സിനിമയിൽ വന്നപ്പോൾ നമ്മുടെ ഇതുപോലത്തെ ഡിഫറെൻറ്റ് പല പല ഇപ്പം അവൻ അന്ധനായിട്ട് അഭിനയിക്കുന്നു, ഞാനോട് കൂരരായിട്ട് അഭിനയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കേട്ടത് ഇവന്മാർ രണ്ടെണ്ണം സിനിമയിൽ വന്നപ്പോഴാണ് ചമ്മാനും ചെരുപ്പൂത്തിയും എന്നൊക്കെ പറഞ്ഞ് ഗണേശേട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എന്താ ചെയ്യാന്നൊക്കെ അറിയപ്പോൾ എനിക്ക് പെട്ടെന്ന് മീനുട്ടിയുടെ മുഖം ഇങ്ങനെ ഓർമ്മ വന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് മുടിയിട്ട് എന്ന് പറഞ്ഞ് കാണിച്ചോട്ടു വേഗം ഞാൻ അതൊക്കെ അതിൽ കയറ്റി. ഇങ്ങനെ ആ സിനിമ കാണരുത്, അയാൾ അങ്ങനെയാണ് ഇയാൾ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോഴും രാമലീല എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കേരളത്തിൽ ജനങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ഇൻ്റർവ്യൂവിലും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഏത് സമയത്ത് എന്നെ നിലനിർത്തിയിട്ടുള്ളത് എൻ്റെ പ്രേക്ഷകരാണ്. 4-5 മണിക്കൂർ വേണം മേക്കപ്പ് ചെയ്യാൻ കൂടിന്. അതാണെങ്കിൽ ഒരു 3-4 മണിക്കൂർ നിൽക്കുള്ളൂ. കാരണം ഇത് ആവണ സമയത്ത് ഇത്ര, പിന്നെ അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ഇരിക്കണം 5-6 മണിക്കൂർ. അത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അത് പോവില്ലേ? ഐ ലവ് യു. എല്ലാവർക്കും നമസ്കാരം. ക്ലബ് എഫ്എമ്മിൽ നിന്ന് RJ വിജിത്തയാണ്. ഇന്നത്തെ ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയിലേക്കൊക്കെ പോകുന്നതായിരിക്കും കുറച്ചും കൂടി എനിക്ക് പറയുമ്പോൾ രസമായിട്ട് തോന്നുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡാൻസൊക്കെ പഠിക്കുന്ന ആൾക്കാർ അവർക്കറിയാം നമുക്ക് മുദ്രകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ എന്താ സംയുക്ത മുദ്രാസ്, അസംയുക്ത മുദ്രാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മുദ്രാസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും അല്ലാതെ ഒരു മുദ്ര വളരെയധികം ശ്രദ്ധയോടുകൂടി ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു മലയാളികളൊക്കെ ആ മുദ്ര വേണമെങ്കിൽ അപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ മുദ്ര ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ. ഐ ലവ് യു. അപ്പോൾ അങ്ങനെ നമുക്ക് ഐ ലവ് യു പറഞ്ഞു തന്നിട്ടുള്ള ആള് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ദിലീപേട്ടനാണ് ഇപ്പം എൻ്റെ കൂടെ ക്ലബ് എഫ്എമ്മിലുള്ളത്. തങ്കമണിയുടെ വിശേഷങ്ങൾ. അതെ, നമസ്കാരം ദിലീപേട്ട. നമസ്കാരം. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സംഭവ കഥയെ കൂടി ആകുമ്പോൾ എന്താണിപ്പോൾ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? എന്താ സാധാരണ ചെയ്യുന്ന സിനിമകളെക്കാൾ? ഇല്ല, ഞാൻ ഈ സംഭവം നടന്നപ്പോൾ, തങ്കമണി സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ കോളേജ് പഠിക്കുന്ന സമയമാണ്, 1986. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ആലുവ പരിസരമൊന്നും വിട്ട് അധികം ദൂരത്തേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ല വിട്ട് അധികം അങ്ങനെ ഒന്നും പോയിട്ടില്ല. പിന്നെ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ഇടയ്ക്ക് പോകും, ഗുരുവായൂരൊക്കെ പോകുമ്പോൾ അങ്ങനെ പോകാമെന്നല്ലാതെ. അപ്പോൾ അന്ന് പത്രത്തിൽ വന്ന തങ്കമണി നമുക്ക് ഇങ്ങനെയൊക്കെ നടന്നു. പിന്നീട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം പിന്നീട് ഗവൺമെൻറ് മാറി, പുതിയ ഗവൺമെൻറ് ഒന്നും അങ്ങനെയൊക്കെ ഉണ്ടായി. അതിനെ ബേസ് ചെയ്ത് തന്നെ അത് അതിനുശേഷം നമ്മൾ അന്നൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല നമ്മളിങ്ങനെ സിനിമയിൽ വരികയും അതിനുശേഷം തങ്കമണീനെ ബേസ് ചെയ്തൊരു സിനിമയിൽ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ. പക്ഷേ യാദൃശികമായിട്ട് പെട്ടെന്നുണ്ടായതാണ് ഈ എൻ്റെ മുമ്പിലേക്ക് ഈ കഥ വരികയൊക്കെ ഉണ്ടായത്. അപ്പോൾ അവർ ഈ ഉടൽ എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്ത് രതീഷ് രഘുനന്ദനാണ് ഇതിൻ്റെ ഡയറക്ടർ. അദ്ദേഹം ഇങ്ങനൊരു, ഞാൻ ആ സിനിമയുടെ കാര്യങ്ങൾ പറയാൻ വിളിച്ചതാണ്, ഉടലിനെ കുറിച്ച് വിളിച്ചപ്പോഴാണ് പറഞ്ഞത്, ചേട്ടാ ഞാൻ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്ത ഒരാളാണ്, എന്തായാലും വിളിച്ചതിൽ വലിയ സന്തോഷം. എൻ്റെ ഇതിലൊരു കഥയുണ്ട്, ഒന്ന് കേൾക്കുമോ? ഒരു റിയൽ ഇൻസിഡൻ്റ് ആണ്, അതിനെ ബേസ് ചെയ്തിട്ടാണെന്ന് കേൾക്കുക. അപ്പോൾ റിയൽ ഇൻസിഡൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും നടന്ന കാര്യങ്ങൾ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല, അതിൻ്റെ റിയൽ ഫാക്റ്റ് എന്താണെന്ന് അറിയാമല്ലേ. പ്രത്യേകിച്ച് ഇപ്പം അതിൻ്റെ ഒരു ട്രെൻഡാണല്ലോ, കൂടുതൽ അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ വരുന്നു. ഇപ്പോൾ ഈ നാട്ടിൽ ഇപ്പോൾ ഈ ക്ലബ് എഫ്എം ഇരിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു അങ്ങനത്തെ ഒരു റിയൽ ഇവൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഫിലിം. അപ്പോൾ പിന്നെ ഇപ്പോൾ മറ്റുള്ള ലാംഗ്വേജിലാണെങ്കിൽ 12th ഫെയിൽ അങ്ങനെ തുടങ്ങി ഒരുപാട് സിനിമകൾ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ശരി കേൾക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ഇദ്ദേഹം വന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചതൊരു, എന്നാലും തങ്കമണിന്ന് കേൾക്കുമ്പോൾ തന്നെ അതിലൊരു വേദനയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ അത് പുള്ളി വന്ന് പറയാറ് റിയൽ ഇവൻസും ഫിക്ഷനും കൂടി മിക്സ് ചെയ്താണ് പുള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. അബേൽ ജോഷുവ മാത്തൻ എന്ന് ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിലൂടെയാണ് തങ്കമണിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അയാളുടെ പ്രണയവും അയാളുടെ സൗഹൃദവും ഒക്കെയാണ് സിനിമയുടെ തുടക്കവും കാര്യങ്ങളൊക്കെ വന്ന് ഈ കഥയുടെ രീതിയിൽ അയാൾ പറയുന്ന സമയത്ത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ 86 നടന്ന തങ്കമണിയെക്കുറിച്ച്, ആ സംഭവത്തെക്കുറിച്ച് ഇത്രയും ഡെപ്തുള്ള സംഭവമാണ് എന്നുള്ളത് ഞാൻ ഇതിലേക്ക് വന്നപ്പോഴാണ് അറിഞ്ഞത്. നമ്മൾ അഭിനയിക്കുന്ന സമയത്താണെങ്കിലും ഇത് കഥ കേട്ടെന്ന് വെച്ചാൽ വെറുതെ ഒരു കഥ ഉണ്ടാക്കിയതല്ല പുള്ളി. അദ്ദേഹം അത് അവിടെ പോയിട്ട് കുറേ നാൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും അതിൽ അന്ന് അത് അനുഭവിച്ച ആളുകളിൽ നിന്ന്
അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ പേരിൽ ആ നാട് വിട്ടുപോയ ആൾക്കാരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക. അന്ന് സേനയിലുണ്ടായിരുന്ന ചില ആളുകൾ, ഇതിനോട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം, റിട്ടയർഡ് ലൈഫിലിരിക്കുന്ന ആൾക്കാർ എന്നൊക്കെ. അതുപോലെ തന്നെ അന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടേഴ്സ്, അവരിൽ നിന്നൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇദ്ദേഹം ഇത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക്, അപ്പോൾ ആ സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 അപ്പിയറൻസ് ആണ്. അപ്പോൾ എനിക്ക് ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നല്ല താടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ താടിയൊക്കെ പഠിച്ച് ഇപ്പോൾ പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞാൽ അടുത്ത സിനിമയുടെ പരിപാടികളായിട്ട് നിൽക്കുകയായിരുന്നു. ഉടനെ തന്നെ പഠിച്ച് അതിലേക്ക് കയറാമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ ചേട്ടാ അങ്ങനെ പറയല്ലേ, ഞങ്ങൾക്ക് ഒരു ഷെഡ്യൂൾ തരണം, കാരണം ഇത് ഞങ്ങൾക്ക് ഈ റിയൽ താടി വേണം, ഞങ്ങൾക്ക് 2 അപ്പിയറൻസ് ആണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ക്യാരക്ടർ സ്കെച്ച് ചെയ്ത് ഈ ഒരു ഇതിലേക്ക് വന്നത്. അങ്ങനെയാണ് ഞാനിതിൻ്റെ ഭാഗമാവുന്നതൊക്കെ. പിന്നെ ഈ നാടിനെ പോലെ ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ നാട്ടിൽ ആ പരിസരത്തൊക്കെയാണ് ഇത് ഷൂട്ട് ചെയ്തത്. ആ സമയത്ത് ശരിക്കും നമ്മൾ തങ്കമണി എന്ന് പറഞ്ഞ പടത്തിൻ്റെ പേര് പോലും അനൗൺസ് ചെയ്തിട്ടില്ല. കാരണം ഏത് തരത്തിലാണ് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു ആ സമയത്ത്. പക്ഷേ പേര് അനൗൺസ് ചെയ്ത് കഴിയുമ്പോഴാണ് എല്ലാവരും അതിലേക്ക് ശ്രദ്ധിക്കുക. പക്ഷേ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന വെച്ചാൽ ഞങ്ങൾ തങ്കമണിയിലെ ഒരു സ്കൂളിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കാണാനൊക്കെ. അപ്പോൾ അവിടെ ഒരു രാത്രിയിൽ ഷൂട്ടിംഗ് നടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പോലീസ് ഇടിവണ്ടി എന്നാണ് നമ്മൾ പറയുക. അതിനകത്ത് കുറേ ആളുകളെ കൊണ്ടുവന്ന് ഇറക്കുക, അവരടിക്കുക, ഇപ്പോൾ സ്കൂളിൽ കയറ്റിട്ടടിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടപ്പോൾ ഒരു 3-5 ഷോട്ട് എടുത്തിട്ടുണ്ടാവും. അപ്പോഴാണ് അവിടെ ഷൂട്ടിംഗ് കാണാൻ വന്ന ആൾക്കാർ, ചേട്ടാ ഇത് തങ്കമണിയാണോ? അപ്പോൾ അവരുടെ മനസ്സിൽ അത് എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ആഴത്തിൽ അത് ഇങ്ങനെ കിടക്കുകയാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ എന്തായാലും നമ്മൾ ഈ സിനിമ തങ്കമണീനെ മോശമാക്കണമെന്നല്ല, തങ്കമണിയിൽ അനുഭവിച്ചത് എന്താണ് എന്നുള്ളത് ലോകത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. പഴയ പോലെ അല്ല. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ ലോകം കേൾക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്നത്തെ ഡിജിറ്റൽ ഇതിലും അതുപോലെ സോഷ്യൽ മീഡിയയുടെ ഒരു പവർ ഇതിലൊക്കെ നിൽക്കുന്ന സമയത്ത് അതിനൊരു പ്രസക്തിയുണ്ട് എന്ന് തോന്നിയത് കൊണ്ടൊക്കെ തന്നെ. ഓക്കെ, ഇപ്പോൾ ഇതിൽ പറഞ്ഞല്ലോ ആബേൽ എന്നുള്ള ക്യാരക്ടർ 2 അറ്റയറിൽ വരുന്നുണ്ട്. സോ ആബേലിൻ്റെ ഒരു പഴയകാല മെമ്മറിയിലൂടെ പോവുകയാണോ, അങ്ങനെയാണോ? അയാളുടെ പ്രണയവും അയാളുടെ സൗഹൃദത്തിലും കൂടെയാണ് തങ്കമണിയിലേക്ക്. അത് ചെന്ന് ഇറങ്ങുമ്പോഴാണ് നമ്മൾ തങ്കമണിയിലേക്ക് ചെല്ലുന്നത്. ഈ ആബേൽ എന്ന് പറഞ്ഞ ആൾ തങ്കമണിയിൽ ജീവിക്കുന്ന ഒരാളാണ്, അവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് ആബേൽ, അയാളും അയാളുടെ സുഹൃത്തുക്കളൊക്കെ. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് ടീസർ വന്നിട്ടുണ്ട്, അതിൽ പാട്ട് വന്നിട്ടുണ്ട്. പാട്ട് സത്യം പറഞ്ഞെങ്കിൽ കാതിലീറൻ എന്നുള്ള പാട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. അത് എനിക്ക് ഒരുപാട് ഹിറ്റുകൾ തന്ന ദേവാനന്ദ് തന്നെയാണ് അത് പാടിയിരിക്കുന്നത്. കരിമിഴിക്കുരിയെ കണ്ടില്ല, നല്ല പാട്ടുകളൊക്കെ. ആ പാട്ടിന്റെ ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുള്ള വീഡിയോന്റെ താഴെയൊക്കെ വന്നിട്ടുള്ള കമന്റുകളിൽ ഒരു കമന്റ് ഞാൻ നോക്കി, ഏറെ നാളുകൾക്ക് ശേഷം മനുഷ്യന് മനസ്സിലാവുന്ന തരത്തിലുള്ള വരികളുള്ള ഒരു പാട്ട് കേട്ടു. അപ്പോൾ അതിന്റെ താഴെ പിന്നെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്, യെസ് ട്രൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു പഴയ നാടൻ സ്റ്റൈലും കാര്യങ്ങളും എന്ത് ഭംഗിയാ സ്ഥലം കാണാൻ. പാട്ടൊക്കെ ഇടുക്കിയിൽ തന്നെയാണോ ഷൂട്ട്? ഇടുക്കി തന്നെയാണ്. ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിലും ഇടുക്കിയിലും ഒക്കെ ഡാമിന്റെ ഏരിയ, കുറേ ഏരിയ ഉണ്ട്. ആ സ്ഥലങ്ങളിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പാട്ടിന്റെ ഭംഗി ശരിക്കും അതിന്റെ മ്യൂസിക് ഡയറക്ടർക്ക് കൂടി അല്ലെങ്കിൽ ആ ലിറിസിസ്റ്റിന് കൂടി അവകാശപ്പെട്ടു. അപ്പോൾ അവരെ അനിൽകുമാർ എന്ന് പറഞ്ഞ VT അനിൽകുമാർ, അദ്ദേഹത്തിൻ്റെ പേരെങ്ങനെയാന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് അത് എഴുതിയിരിക്കുന്നത്. അത് സത്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഓഡിയോ റിലീസ് ഉണ്ടായ സമയത്ത് അദ്ദേഹം എഴുതിയ കവിത ഞാൻ ബിഗ് സ്ക്രീനിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം എഴുതിയ കവിത ഉണ്ടല്ലോ, തങ്കമണി എന്ന നാടിൻ്റെ മറ്റേ പെണ്ണിൻ്റെ പേരല്ല നാട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി. അപ്പോൾ അതിൻ്റെ ഇത് കണ്ടപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് നമ്മൾ അതിനകത്ത് അഭിനയിച്ച് നമ്മൾ അറിയാതെ ഒരു കണ്ണ് നിറഞ്ഞു പോവുക എന്ന് പറയില്ലേ, ആ ശബ്ദവും ഒക്കെ വന്നപ്പോൾ ഞാൻ ഇത് ആദ്യം പാടി കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മണിയുടെ വോയിസ് പോലെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് ആരാ പാടിയെന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞ എൻ്റെ സംഗീത സംവിധായകൻ വില്യം തന്നെയാണ് പാടിയിരിക്കുന്നതെന്ന് പറഞ്ഞത്. പക്ഷെ രസമായിട്ട് പുള്ളി അത് പാടി. അപ്പോൾ പാട്ടിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം അതിൻ്റെ ഫ്രെയിമുകളാണ്. ഫ്രെയിമുകൾ വെച്ചിട്ടുണ്ട്. മനോജ് പിള്ളയുടെ, ഞാൻ ആദ്യമായിട്ടാണ് മനോജ് പിള്ളയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. കാരണം അതൊരു സന്തോഷ് ശിവൻ സ്കൂളാണ്. സന്തോഷ് ചേട്ടൻ്റെ കസിനും ഒക്കെയാണ്. പുള്ളിയുടെ അസോസിയേറ്റ് ക്യാമറമാനൊക്കെ ആയിരുന്നു. ഒരുപാട് ഇവിടെ വലിയ സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ്. മാമാങ്കമൊക്കെ പുള്ളിയാ ചെയ്തിട്ടുള്ളതെന്നാണ്. കുറേ എനിക്ക് തോന്നുന്നു പാലേരി മാണിക്ക്, അങ്ങനെ കുറേ സിനിമകൾ അദ്ദേഹം ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ ആദ്യമായിട്ട് വർക്ക് ചെയ്ത ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് എന്ന് പറയില്ലേ, ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്യുന്ന, അങ്ങനെ ഒരാളവിടെ ഉണ്ടെന്ന് തോന്നൂല എന്ന് പറയില്ലേ. അതെ. അപ്പോൾ വളരെ രസകരമായിരുന്നു. ഈ പാട്ടിൽ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ഇപ്പോൾ ദിലീപേട്ടൻ്റെ പഴയ സിനിമകളിലെ പാട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിലൊരു ഗ്രാമീണതയും ഗ്രാമീണ ഭംഗിയുള്ള
പെൺകുട്ടികൾ, അതായത് ധാവണിയും പട്ടുപാവാടിയും അങ്ങനത്തെ ഒരു എറയിൽ നിന്ന് മാറി ഇപ്പോൾ വേറൊരു കാലത്ത് കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എഗെയിൻ ഒരു ധാവണിയൊക്കെ ചുറ്റിയിട്ടുള്ള പെൺകുട്ടികളും ആ പഴയ കഥ പറയുന്നതുകൊണ്ടായിരിക്കാം 1986 ആണല്ലോ. അപ്പൊ അത് കണ്ടപ്പോൾ വീണ്ടും ഒരു രസം, നൊസ്റ്റാൾജിക് ഫീൽ വന്നു. അതില് ആ പാട്ടിന്റെ ഇടയിൽ പറയുന്നുണ്ടല്ലോ, അതായത് ഒരു ലവ് ലെറ്റർ, എന്താ ഞാറ് നട്ട് നിൽക്കുന്ന പ്രേമലേഖനം അല്ലേ എന്നുവെച്ചാല് ഷോർട്ട് ഹാൻഡ് നമുക്കിപ്പോ പലർക്കും അറിയില്ല. ഇല്ല, അപ്പോഴും ഞാൻ വെച്ചു ഇത് 1986 കണക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാവരും ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് എന്ന് കൊള്ളാണ്. എന്താ മോള് ചെയ്യണേ, അവള് ഷോർട്ട് ഹാൻഡ് പഠിക്കുക. അപ്പൊ അതില് ആ എഴുതി കൊണ്ടുവരുന്ന ലെറ്റർ ഉണ്ടല്ലോ, അതിൽ എന്താ എഴുതിയിരിക്കണേ? അല്ല അതൊരു പ്രണയമാണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അതിൽ പറയാം. അപ്പൊ ഷോർട്ട് ഹാൻഡ് ആന്ന് പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം അറിയാനാണ് ഈ കിടന്ന് ഓടുന്നത്. അതാണ് മറ്റവൻ ചോദിക്കുന്നത്, എന്താണ് ഞാറ് നട്ടുപോലെ. നമ്മൾ സാറിന് ഞാറ് നടുമ്പോ അങ്ങനെയാണല്ലോ ഇരിക്കണേ. അതെ 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 സത്യം. അപ്പൊ അതിൽ എന്താണ് എഴുതിയെന്നുള്ളത് കാമുകൻ അറിയില്ല. അല്ല, നമുക്ക് അറിയാത്തോണ്ടാണല്ലോ അതുകൊണ്ട് അവന്റെ അടുത്ത് ചെല്ലുന്നത്. ഓക്കെ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലഘട്ടമാണെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കി തരാൻ പറ്റുന്ന സംഭവങ്ങൾ. അപ്പൊ ഇതിൽ 2 അറ്റയർ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്നുവെച്ചാൽ 86 അതിനുശേഷമുള്ള ഒരു 10, 18, 20 വർഷത്തിന് ശേഷമുള്ള 2 അപ്പിയറൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ റിയൽ സ്റ്റോറി ആകുമ്പോൾ ഇതുവരെ പലതരത്തിലുള്ള സിനിമകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിയൽ സ്റ്റോറിയിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലൊരു സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് കടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദിലീപേട്ടൻ്റെ സൈഡിൽ നിന്നൊരു റിസർച്ച്, ആ ഒരു കഥയുടെ പശ്ചാത്തലം, ആ നാട്ടിലത്തെ ആൾക്കാരുടെ, ഇപ്പോൾ ഇടുക്കി പോലുള്ളൊരു സ്ഥലത്തുള്ള ആൾക്കാരുടെ ഒരു രീതി, അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ എന്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? അല്ല, ഒന്നാമത് ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ, കാരണം ഒരുവിധം സാധനങ്ങളെല്ലാം അതിൻ്റെ സംവിധായം കൊണ്ട് തന്നു. പിന്നെ അതിലേക്ക് അങ്ങോട്ട് അധികം പോയിട്ടില്ല. പിന്നെ അവിടുത്തെ നാട്ടുകാരുടെ ഒരു രീതി, ഇയാൾ 2 രീതിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പക്ക കട്ടപ്പന എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ചിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരു നാട്ടിൽ നിന്ന് പല സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അവരുടെ ലാംഗ്വേജ് തന്നെ പലപ്പോഴും വ്യത്യാസങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഇയാൾ അതുപോലെ പുറത്തൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. അപ്പം ചില സമയത്തൊക്കെ ഇയാളതാവുണ്ട്. പിന്നീട് അയാൾ കുറേ വർഷം ശേഷം സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പക്ക കട്ടപ്പന ഇത് അങ്ങനെ പിടിക്കാൻ നോക്കിയിട്ടില്ല. ഓക്കെ ഓക്കെ. ഈ തങ്കമണി എന്നുള്ള സ്ഥലം പേരാണ് എന്നുള്ളതൊരു പക്ഷേ ഇപ്പോൾ അവിടെ ആ ജില്ലയ്ക്ക് പുറത്ത് നിൽക്കുന്ന ആളുകൾ, ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഒരു പക്ഷേ അറിയുണ്ടാവില്ല. കാരണം അന്ന് ഈ വാർത്ത കൊണ്ടാണ് അത് ഭയങ്കര ആൾക്കാരുടെ ഇടയിൽ എത്തിയത്. പക്ഷെ ഇന്നിപ്പോൾ വർഷങ്ങൾ എത്ര 38 വർഷമായില്ലേ അല്ലേ? 38 വർഷത്തോളമായി. അപ്പോൾ ഇന്ന് ചിലപ്പോൾ പലർക്കും തങ്കമണി എന്ന് പറഞ്ഞൊരു സ്ഥലപ്പേരാന്നുള്ളത് അറിയാൻ തന്നെ കാരണം ഈ സിനിമ വരുന്നോണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അത് തന്നെ ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ഇപ്പോൾ ദിലീപേട്ടന് ഒരുപാട് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. തങ്കമണി എന്ന് പറഞ്ഞ പോലെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള എന്നാൽ കൗതുകം തോന്നുന്ന സ്ഥലപ്പേരുകൾ ഓർത്തെടുക്കാൻ പറ്റുമോ എവിടെയെങ്കിലും പോയപ്പോൾ? ഇപ്പം ഞാൻ താമസിക്കുന്ന നാടുണ്ട്, എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഞാൻ കുറേ കാലം ഞാൻ എൻ്റെ തറവാട് അച്ഛൻ്റെ വീടൊക്കെ അവിടെ തന്നെ ഇപ്പോഴും. അതെ, ദേശം. അപ്പം ശരിക്കും പറയണ ആ ദേശത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, ഇതിന് വേറെ, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ചോദിച്ചു ഇതിന് വേറെ പേരുണ്ടോ? കാരണം ഞാൻ അവിടെ ചോദിക്കും ദേശം പി ഒ ആലുവ എന്ന് പറയാം. അങ്ങനെ എനിക്ക് സ്വയം എൻ്റെ നാട്ടിലുകൊണ്ട് തന്നെ ഇതെന്ത് ദേശമാണ്, ആ പ്രദേശം, സ്വദേശം എല്ലാത്തിലും ഉണ്ട്. ഇത് ഒന്നുമല്ലട്ട് വെറും ഒരു ദേശം. അപ്പൊ അത് സ്വന്തം നാട് തന്നെ അങ്ങനെ മനസ്സിലൊരു അങ്ങനെ സംശയം തോന്നി. പിന്നെ മറ്റുള്ള നാടിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറയാണ്ടിരിക്കാൻ നല്ലത്. കാരണം പിന്നെ എനിക്ക് എൻ്റെ നാടിനെ കുറിച്ച് പറയാമല്ലോ, ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ കുറിച്ച്. വേറെ നാടിനെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ആൾക്കാർ ഇവരാരാണ് ചോദിച്ചിട്ട് കളിയാക്കാൻ വന്നു കഴിഞ്ഞാൽ. അതെ അതെ. അപ്പോൾ ദിലീപേട്ടൻ്റെ പഴയ സിനിമകൾ നോക്കുമ്പോൾ നമുക്ക് റൊമാൻറ്റിക് ഹീറോ ആയിട്ടുണ്ട്, ഭയങ്കര തമാശകളൊക്കെ നിറഞ്ഞിട്ട്. ഇപ്പോൾ ഇത് റൊമാൻറ്റിക് ഹീറോ ആണെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നിറച്ച് തമാശകളുണ്ട്. എപ്പോഴാണ് അങ്ങനെ ഒരു കോൺഷ്യസ്ലി മനസ്സിൽ ഞാൻ ഇന്ന് ട്രാക്ക് മാറ്റണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. ഇല്ല. എനിക്കെപ്പോഴും ഈ എല്ലാവരുടെ ഉള്ളിൽ ദിലീപ് എന്ന് പറഞ്ഞ എൻ്റർടൈൻമെൻറ്റ് അതിൻ്റെ ഒരാളാണെന്നുള്ളതാണ് കിടക്കുന്നത്. എനിക്കും തമാശ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനെപ്പോഴും നന്നായി ചിരിക്കുന്ന ആൾക്കാരുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നന്നായി തമാശ പറയുന്ന ആൾക്കാരുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ സിനിമയിലൊരു കലാകാരനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സ് കൂടി പോവാന്ന് പറയില്ലേ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ റൺവേ ചെയ്യുന്ന സമയത്ത് ആ സിനിമ 2 രീതിയിലും അതിനെ ട്രീറ്റ് ചെയ്യാം. ഒന്നീ പക്ക, കാരണം അതിൽ എടുത്തിരിക്കുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അതിലെ സ്റ്റോറി, അയാളുടെ കഥാപാത്രം വാളയാർ പരമശിവൻ എന്ന് പറഞ്ഞത് വാളയാറിലൂടെ ബുദ്ധിപരമായി സ്പിരിറ്റ് കടത്തുന്ന ആളാണ്. അതിന് ഒരു തമാശ ഇല്ലാണ്ടും ചെയ്യാം, സത്യം ഇല്ലേ? പക്ഷേ നർമ്മത്തിൽ കൂടിയാണ് അത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിക്കേണ്ടത് സാറൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ജോഷ് സാർ ഇരിക്കുമ്പോൾ
അവർ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച കഥാപാത്രമാണ്. ഇപ്പം ലയണിലെ ഹോം മിനിസ്റ്റർ, ശരിക്കും ഹോം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ സീരിയസ് ആയി. അതെ, സത്യം. പക്ഷേ അയാളുടെ രീതികളുണ്ട്. അപ്പോൾ അതിൽ നർമ്മം ആളുകൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ചെസ്സ് നമ്മൾ ചെയ്യുമ്പോൾ ഈ 3 സിനിമ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ് ശരിക്കും. പക്ഷെ അതിലൊക്കെ ആ ഒരു രീതികളുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അക്കാഡമിക് രീതിയിലേക്ക് ചിന്തിക്കാവുന്ന വേഷങ്ങളാണ്. ഇപ്പോൾ ചാന്തോട്ടാണെങ്കിലും കുഞ്ഞുകുഞ്ഞാണെങ്കിലും അതിലും. പക്ഷെ ജനങ്ങൾ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ നർമ്മം പൊതിഞ്ഞു വിട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് അവാർഡ് എന്ന് പറഞ്ഞിട്ടല്ല അതിൻ്റെ പുറകെ പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനൊക്കെ ദൈവാനുഗ്രഹം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഈ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ തങ്കമണി എന്ന് പറഞ്ഞത് ശരിക്കും പെർഫോമൻസ് ഓറിയൻറ്റഡ് മൂവിയാണ് ശരിക്കും. പക്ഷേ അതിൻ്റേതായ കുടുംബത്തിൽ നമ്മളൊക്കെ എല്ലാവരും തമാശക്കാരാണ് അല്ലേ? കൊച്ചു കൊച്ചു തമാശകളും നേരമ്പോക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് ഈ ആബയിൽ പോയിട്ടുള്ളത്. പക്ഷേ അയാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു, എന്താണ് ഈ തങ്കമണിയിൽ ജീവിക്കുന്ന ഇയാൾക്ക് സംഭവിച്ചത് എന്നുള്ളതാണ് പ്രോമിനൻറ്റ് കാര്യങ്ങളിലൂടെ പറയുന്നത്. അപ്പോൾ അതിന് ഞാൻ പല കഥകളും കാര്യങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ ശ്രമങ്ങളാണ്. ഞാൻ ചെയ്യുന്ന ഓരോ കഥാപാത്രവും ഞാൻ ട്രൈ ചെയ്യുന്നതാണ്. അത് ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ എല്ലാം ഒത്തിണങ്ങി വരുന്നതാണ്. അത് നമുക്ക് അറിഞ്ഞൂടെ എൻ്റെ വിജയ ഫോമിലെന്നും. ചില സമയത്ത് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിൽ നമ്മൾ വിചാരിച്ച നമ്മൾ കണ്ട കാര്യമല്ല മറ്റുള്ളവർ കണ്ടതെന്ന് പറയുന്നിടത്തു നിന്നാണ് ചിലപ്പോൾ അതിലൊരു അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്ന് വെച്ച് നമുക്ക് ആ സിനിമ മോശമാണ്, ഏതെങ്കിലും രീതിയിൽ ആ സിനിമ എന്തെങ്കിലും അറിയപ്പെടുമെന്ന് പറയുന്നത് സാർ. ഇപ്പം ഞാൻ കമാരസംഭവം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് ഭയങ്കര എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂലൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ എന്തൊരു വില്ലനാണ് ഇയാൾ കമാരൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് ശരിക്കും അതിൻ്റെ സ്പൂഫാണ്. കമാരനെ എങ്ങനെ ഇപ്പം സമൂഹത്തിൽ തന്നെ എത്രയോ വില്ലത്തരം കാണിക്കുന്ന ആൾക്കാരെ വീണ്ടും ഒരു കാലഘട്ടം കഴിയുമ്പോൾ അയാളെ വേറെ രീതിയിൽ കാണിക്കുന്നു. നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പൂഫ്, പക്ഷെ ആ സ്പൂഫാണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സീൻ ആ സിനിമയിൽ നിന്ന് പോയി. അതാണ് ആ സിനിമയ്ക്ക് സംഭവിക്കുന്നത്. പക്ഷെ ഇപ്പം ആ സിനിമ കണ്ടിട്ട് ഭയങ്കര അഭിപ്രായവും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന രീതികളുണ്ട്. അതൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ അതിനെ ട്രാക്ക് മാറ്റമൊന്നുമില്ല. ഞാൻ ആസ് ഇറ്റ് ഈസ് പലവിധ ഇതിലൂടെ പോകുന്നു. ഇപ്പം രാമലീലയിൽ ഞാനൊരു തമാശയും ചെയ്തിട്ടില്ല അല്ലേ? എല്ലാം ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ പക്ഷെ അത് ഒരു അച്ഛനോടുള്ള മകൻ്റെ കടമ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അച്ഛനെ കൊന്ന ആൾക്കാരോട് മകൻ ചെയ്യുന്ന റിവെഞ്ച് എന്ന് പറയുന്നൊരു സാധനമാണ് രാമലീല എന്ന് പറയുന്ന പോലത്തെ വേറെ എലിമെൻ്റാണ് സത്യം പറഞ്ഞ തങ്കമണി. മനസ്സിലായില്ലേ? വളരെ സന്തോഷവും പ്രണയവും സൗഹൃദവും എപ്പോഴും ചിരിയും കളിയായിട്ട് നടക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിലേക്ക് ഒരു സുനാമി പോലെ ഒരു ഇൻസിഡൻറ്റ് വന്ന് കയറിയപ്പോൾ പിന്നെ അയാളുടെ കാത്തിരിപ്പാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഇതില്ലേ. അതെ. ഇപ്പം നേരത്തെ കുഞ്ഞിക്കൂനനും ഒക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് പറയുകയാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ താരങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ ആൾമാറാട്ടം എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടെങ്കിൽ അത് ഏറ്റവും ആപ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു നടൻ ദിലീപേട്ടൻ്റെ ആയിരിക്കും. താങ്ക് യു. അത് നമ്മളിങ്ങനെ അതെങ്ങനെയാണ് അതിൽ ബ്ലെസ്ഡാന്ന് തോന്നിയിട്ടുണ്ടോ ഇത്രയും വൈവിധ്യമാർന്ന വേഷപ്പകർച്ചകളിലൂടെ വരുന്ന സമയത്ത്? തീർച്ചയായിട്ടും. ഇപ്പോൾ മേക്കപ്പ് മാന്മാരും ഒക്കെ പറയും നമ്മളിങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പോൾ അത് വേറെ രൂപം. പക്ഷെ അതൊരു രസമല്ലേ? നമ്മളിപ്പോൾ നമ്മൾ കുറേ നാൾ പണ്ട് നമ്മൾ ഈ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമല്ലോ. പണ്ട് കോമിക്കോള അങ്ങനെയുള്ള ഓരോ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നാദർശൊക്കെ പോയിട്ട് പല പല വേഷം കെട്ടിട്ട് വരും. അപ്പം ഞാൻ നോർമലായിട്ട് എന്നെ കൂടുതലും നിൽക്കാറ്. അപ്പോൾ നീ എന്താ വെറൈറ്റി ഒന്നും ചെയ്യാത്ത? ഞാൻ പറയും എടേ ആദ്യം ഞാനാരാന്ന് ആൾക്കാരെ അറിയട്ടെ. കാരണം പല പല വേഷത്തിൽ വരുമ്പോൾ അവർ അത് ആസ്വദിച്ച് വിട്ടു. ഇത് ചെയ്യുന്ന ആരാന്ന് അവർക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ പറഞ്ഞു അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ആലോചിച്ചോളാം, ആദ്യം എന്നെ ഒന്നും ആൾക്കാരെ അറിയട്ടാ ഇതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും കളിയാക്കി. അപ്പോഴാണ് അവന് മനസ്സിലായത്. പിന്നെ അവനും ഞാനും ഇനി വെറൈറ്റി ഒന്നുമില്ല, ഞാനാരാന്നൊന്നും ആൾക്കാരെ അറിയട്ടെ. അല്ലാതെ നമ്മൾ അപ്പോഴേ തന്നെ താടി മുടിയൊക്കെ വെച്ച് വയസ്സനായിട്ടും മറ്റു പലവിധ മേക്കപ്പിലാണ് വരേണ്ടതേ. അപ്പം അങ്ങനെ പിന്നെ അതിനുശേഷം നമ്മളിങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്ന് കേൾക്കും. അപ്പോൾ ഒരു തവണ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ഉദയൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഉദയ നമുക്കൊരു സിനിമയിൽ പെണ്ണായിട്ട് അഭിനയിച്ചാലോ എന്നിങ്ങനെ ഒരു തോന്നല്. ഞാൻ പറഞ്ഞു ഒരു ത്രെഡ് ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കൂട്ടുകാരൻ പെണ്ണാവുന്നത്. പക്ഷെ ഉദയൻ അത് വേറെ രീതിയിലാക്കി കൊണ്ടുവന്നു തോന്നുന്നു. പക്ഷെ ഇയാളൊരു അച്ഛനെ അന്വേഷിച്ചുള്ള മിഷനിൽ അയാളുടെ സാഹചര്യം കൊണ്ട് അയാൾക്ക് പുറത്തിറക്കാൻ പറ്റില്ല, അയാൾ പെണ്ണായി
എന്ന് പറയുന്നതാണ്. ശരിക്കും കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൽ പിന്നെ മാറിയുന്ന സിനിമ കാണുമ്പോൾ നമുക്ക് തന്നെ എന്തൊട്ടൊക്കെ കാണിച്ചു വെച്ചൊക്കെ നമുക്ക് തോന്നി. കാരണം സിനിമയും ഡ്രസ്സിലും ഒക്കെ നടക്കുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ചോദിക്കും എന്തോ ഇത് ഇതൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം അഭിനയിക്കാൻ മാത്രമാണ്. അഭിനയിക്കാൻ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് തോന്നിയ ദിവസം കാണിക്കാന്ന് പറയുന്ന പോലുള്ളൊരിതില്ലേ. അല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഒരു ഇൻ്റർവ്യൂ വന്നപ്പോലും ഞാൻ ഭയങ്കര സത്യത്തിൽ ടെൻഷനാവണം. ഒരു കോളേജിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലുടെയും ഒരു ആശംസ പറയാൻ പറഞ്ഞ് എൻ്റെ ഹാഫ് ഡേ പോകും. എന്ന് വാട്സപ്പിൽ ഇങ്ങനെ അയക്കും. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് നിങ്ങൾക്കൊന്നിങ്ങനെ പറഞ്ഞാൽ പോരെ. അപ്പോൾ ബന്ധങ്ങളായി, പ്രശ്നങ്ങളായി, വഴക്കായി. പിന്നെ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഇത് കാണാൻ സിനിമയിൽ നമ്മൾ പിന്നെ ഇത് പഠിച്ച് അത് കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞ് അത് ആകെ ടെൻഷനാണ്. അത് പിന്നെ ഒന്നും കൂടി ഇടാ എന്നൊക്കെ പറഞ്ഞ് അവിടെ തെറ്റി. അങ്ങനെ എൻ്റെ ഒരു ഹാഫ് ഡേ പോകും. ഇത്രയും സിനിമകളിൽ അഭിനയിച്ച ഒരാളാണ് ഈ പറയണത്. ഒരു ആശംസ പറയാം, ബർത്ത്ഡേ ദൈവം ഇത് കൊളാവോ ചോദിച്ചിട്ട്. കാരണം നമ്മൾ പറയുമ്പോൾ അത് 100% കറക്റ്റ് ആവാന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ടല്ലോ. പിന്നെ നമ്മളത് ചെയ്ത് കൊടുക്കും ചിലത്. ഈ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പലതരത്തിലുള്ള വേഷങ്ങൾ ചെയ്തു പറഞ്ഞില്ലേ, അത് ഏറ്റവും ആദ്യം കുബേരനിലാണോ അങ്ങനെ ഒരു മാറ്റം? അതിൽ പല രീതിക്ക് വന്നിട്ടുണ്ടല്ലോ. കുബേരനിൽ നമുക്ക് ഛത്രപതി ശിവജി, അതുപോലെ തന്നെ വിവേകാനന്ദ സ്വാമി, പിന്നെ കുറെ സംഭവങ്ങളായിട്ട് ഇങ്ങനെ മാറി മാറി പല വേഷങ്ങൾ കിട്ടുന്നുണ്ട്. വിവേകാനന്ദൻ അങ്ങനെയൊക്കെ അതെ, അയാളെ ചിരിപ്പിക്കണം, അതിന് വേണ്ടിയിട്ട് വേഷം കിട്ടും. അക്ബർ ചക്രവർത്തി അതൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിന്നാണോ എൻ്റെ ഒക്കെ ഒരു ഓർമ്മയിൽ അങ്ങനെ കിടക്കണം, അവിടെ നിന്നാണൊരു മാറ്റം തോന്നുന്നു. അങ്ങനെയാണോ? അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല എവിടുന്ന തുടങ്ങിയെന്ന് തോന്നുന്നു. അത് ശരി. അതുപോലെ മനസ്സിൽ തങ്ങി കിടക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മിസ്റ്റർ ബട്ട്ലറിലെ നീലകൃഷ്ണൻ. അത് അമ്പാടിക്കുയിലല്ലേ ഹോയ്, അത് ഞങ്ങള് അറിയാതെ ഞങ്ങള് ഏറ്റുപാടും. ഒരുപാട് പേര് ഡാൻസ് കളിക്കുന്ന സാധാ ഇപ്പോഴും ട്രെൻഡിങ് ആണ്. റീൽസിലൊക്കെ നോക്കുകയാണെങ്കിലും ഒരു പയ്യനും കുറെ ഗേൾസും ഉണ്ടെങ്കിൽ ഈ പാട്ട് മസ്റ്റാണ്. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, രാത്രിയിലാണ് കൂടുതൽ അതിന്റെ ഷൂട്ട് നടന്നിരിക്കുന്നത്. അതെ, രാത്രി മാത്രമാണ്. പോണ്ടിച്ചേരിയിൽ ഈ നീല അടിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടെടുക്കും ഇങ്ങോട്ടും. ഒറ്റ ദിവസം കൊണ്ടായിരിക്കില്ല എന്താണെങ്കിലും. അപ്പൊ എത്ര ദിവസം നീല അടിച്ചു? 3 ദിവസം, 3-4 ദിവസം എടുത്തിട്ടുണ്ട്. കലാമാസ്റ്ററാണ് അതിൻ്റെ ഡാൻസ് മാസ്റ്റർ, കൊറിയോഗ്രാഫി കലാമാസ്റ്ററാണ്. ആ സമയത്ത് ഇതുപോലെ പിന്നെ എല്ലാം നമ്മളെ കാണുമ്പോൾ തന്നെ ചിരി കൊടുക്കും അവർ. അന്ന് എനിക്ക് അവിടെ സീൻ ചേച്ചിയുണ്ട്, ചിത്ര ചേച്ചി, കുറേ പേരുണ്ടല്ലോ. എല്ലാവരെയും ലളിതശ്രീ, ലളിത ചേച്ചിയുണ്ട്, ഒരുപാട് പേരുണ്ട്. രേണുക, അന്നത്തെ തമിഴ് അല്ലേ, അവരൊക്കെ ഉണ്ടായിരുന്നു. മഞ്ജു ഇല്ലേ അതിനകത്ത്? മഞ്ജു ഒക്കെ ഉണ്ട്. വേറെ രസമായിരുന്നു. എന്തൊക്കെയോ ഓർമ്മകളിലേക്കൊന്ന് പോയിട്ട് തിരിച്ചു വന്ന മാതിരി ഉണ്ട്. 3 ദിവസം അപ്പൊ നീല അടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷൻ കഥകളിലൂടെ പെട്ടെന്ന് ആലോചിച്ചു പോയതേ, ഞാൻ നീലടിച്ചിട്ട് ഞാൻ ഈ നീലടിച്ച് തവിടുകൂടിയേ പോയതാ. കാരണം കുറെ കഴിയുമ്പോൾ നമുക്ക് ടയർഡാവുന്നേ. കാരണം ഇത് രോമക്കൂപങ്ങൾ അങ്ങനെയല്ലേ പറയാം, അതിലൂടെ ഇത് ഇറങ്ങാന്ന് പറയില്ലേ. ഞാൻ പെട്ടെന്ന് ആലോചിച്ച പണ്ട് നമ്മുടെ കോളേജിൽ പഠിക്കുമ്പോൾ ഈ ടാബ്ലോ ഇല്ലേ, ടാബ്ലോയ്ക്ക് ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഈ മറ്റേ ഏതോ ഒരു കവിത ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, കുമാരനാശാനോ അങ്ങനെ ആരുമായിട്ട് ആണ് അഭിനയിക്കുന്നത് ഇവൻ ടാബ്ലോക്ക് നിൽക്കുന്നത്. അതിന് വെള്ളി മൊത്തം പൂശി ഇത് സ്റ്റാച്ചു മാതിരി നിൽക്കണമല്ലോ. അപ്പോൾ ഇത് അവന് കിട്ടിയിരിക്കുന്ന 86ാമത്തെ നമ്പർ ഒട്ടിയാണ്. അപ്പോൾ ഈ വെള്ളി പൂശി നിന്നിട്ട് കുറേ കഴിഞ്ഞ് അതിങ്ങനെയൊക്കെ നടക്കണ്ടായി. അപ്പം എടാ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കണ്ടുപിടിക്കുക കൂട്ടുകാർ, അവനടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള സംഭവം. കുറേ കഴിഞ്ഞിട്ട് ഈ പരവേശം കയറി തുടങ്ങി ഈ സാധനമായിട്ട്. അത് കഴിഞ്ഞ് നിപ്പായി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു ഇതുമൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, ഇതാവണില്ല. അപ്പോൾ അത് 56 എന്നൊക്കെ പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്ന ഒരു 79 ആക്കിയിട്ടുണ്ടല്ലോ. അവിടെ ആരോ വീടല്ലോ, ടാബിളൊക്കെ ഈ പെയിൻ്റ് അടിക്കുക എന്നല്ലാതെ ടാബിളൊക്കെ ആൾ വന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഓരോ പെട്ടെന്ന് ഞാൻ അതൊക്കെ ഓർത്ത് പോയിട്ടുണ്ടെന്ന്. എൻ്റെ അവസ്ഥ അതായി പോകും, നീലടിച്ച്. എനിവേ, ട്രാൻസ്ഫോർമേഷൻ്റെ കഥകൾ പറയുകയാണെങ്കിൽ ദിലീപേട്ടൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കും, സിനിമകളുടെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചില സിനിമകൾ മെൻഷൻ ചെയ്യാം. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ആ ഒരു രൂപം മാറ്റത്തെക്കുറിച്ച് എന്താണ് പെട്ടെന്ന് ദിലീപേട്ടന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞോളൂ കേട്ടോ. കുഞ്ഞിക്കൂനൻ ശരിക്കും
ബെന്നി പി നായരമ്പലത്തിൻ്റെ ഒരു നാടകമാണ്. എനിക്ക് തോന്നണത് വികലാംഗ വർഷം എന്ന് പറഞ്ഞ നാടകമെന്ന് തോന്നണു. അപ്പോൾ ആ നാടകത്തിൽ ഇങ്ങനെ ഒരു വികലാംഗൻ്റെ കഥയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളതായിരുന്നു. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഥ പറഞ്ഞു, കാര്യങ്ങളെല്ലാം കേട്ടു. അപ്പോൾ എനിക്ക് എൻ്റെ രീതിയിൽ അപ്പോൾ അന്ന് ആ കഥ പറയുമ്പോൾ ശശങ്കർ അവിടെ ഉണ്ടായിരുന്നു. ബെന്നിവ ഇതെൻ്റെ അടുത്ത് പറയുമ്പോൾ ശശൻ അപ്പോൾ തന്നെ ഇത് ഞാൻ ചെയ്യൂട്ടോ, ഇത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അതുമേ ടച്ച് ചെയ്തു. അപ്പോൾ പിന്നെ ശശിനായിട്ട് ബന്ധം വെച്ചിട്ട് പിന്നെ നമ്മൾ പിന്നെ നല്ല ഡയറക്ടറാണ് ശശിട്ടൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ നമ്മൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് ആവുകയാണ്. പക്ഷേ നമ്മളിങ്ങനെ പിന്നെ ഈ കൂരനെ എങ്ങനെയാണ് എന്നുള്ളത് അന്വേഷിച്ചത്. അപ്പോൾ 5-6 പേരെ നമ്മൾ ഫോക്കസ് ചെയ്തു. അന്ന് STD ബൂത്ത് നടത്തുന്ന ഒരാൾ, അങ്ങനെ പലതരത്തിൽ. അങ്ങനെ അവരെയൊക്കെ പതുക്കെ നമ്മൾ വീഡിയോയിലൊക്കെ എടുത്ത് നോക്കി. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരാളെ ഉണ്ടാക്കാന്ന് പറയില്ലേ, അതാണ് ഈ കുഞ്ഞുകുനൻ. മനസ്സിലായില്ലേ? എന്നിട്ട് ഞാൻ തന്നെ ആലുവയിൽ ഒരു ചെരുപ്പടയിൽ പോയിട്ട് ചെരുപ്പൊക്കെ ഉണ്ടാക്കിച്ചു. കാരണം ഇയാളുടെ ഇങ്ങനെ ആക്കി എൻ്റെ കാല് വെച്ചിട്ടൊക്കെ അങ്ങനെ ആക്കി. പിന്നെ വീട്ടിൽ വന്ന് ഇങ്ങനെ നിന്നൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കാവ് കൊണ്ട് കൊടുത്ത് ഞാൻ നിന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും അതിൻ്റെ മേക്കപ്പ് ചെയ്യാൻ ഇരിക്കുന്നതും. അത് ഏകദേശം 4-5 മണിക്കൂർ വേണം ആ മേക്കപ്പ് ചെയ്യാൻ, കൂന് ഇതാക്കാൻ വേണ്ടിയിട്ട്. അതാണെങ്കിൽ ഒരു 3-4 മണിക്കൂർ നിൽക്കുള്ളൂ. കാരണം ഇത് ആവണ സമയത്ത് ഇത്ര, പിന്നെ അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ഇരിക്കണം 5-6 മണിക്കൂർ. അത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് പോവില്ലേ. ഇത് ഇങ്ങനെ ഇരുന്ന് വച്ച് ഇത് പേസ്റ്റ് ചെയ്ത് കളർ ചെയ്ത് അങ്ങനെ ആക്കണത്. അത് എന്നിട്ട് ഇത് നമ്മുടെ ശരീരമായിട്ട് അത് അങ്ങോട്ട് ഫിക്സ്ഡ് ആവും. മനസ്സിലല്ലേ? ഗമ്മും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോസറ്റിക് മേക്കപ്പൊക്കെ വന്ന് കറക്റ്റായി അത് കഴിഞ്ഞാൽ ഇത്ര സമയമാണ് നമുക്കത് കൂടുതൽ കറക്റ്റായിട്ട് കിട്ടുക. അത് കഴിയുമ്പോൾ ചിലപ്പോൾ അത് പതുക്കെ വിടാൻ പൊട്ടാനൊക്കെ തുടങ്ങും. അതിൻ്റെ മുടി നമ്മൾ പലതും കൊണ്ടുവന്ന് വെച്ച് നോക്കി ശരിയായില്ല. പട്ടണ റഷീദായിരുന്നു മേക്കപ്പ്. അതിന് റഷീദൊക്കെ ഒരു പാച്ച് എടുത്ത് വെച്ചു. അതാണ് ആ കുഞ്ഞുകുൻ്റെ വിഗ്. അത് കറക്റ്റായി. അത് വെച്ചപ്പോഴാണ് കറക്റ്റ് രൂപം കിട്ടിയത്. സത്യം. അത് കളയാൻ ഒരു കീറിയൊരു വിഗ്ഗ. അതിൻ്റെ ഒരു കുറ്റിമുടി ഇങ്ങനെയൊക്കെ നിൽക്കണുണ്ട്, ആ പല്ലൊക്കെ വെച്ചിക്കണുണ്ടപ്പോൾ ഇത് കൊള്ളാട്ടാ. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. പക്ഷേ ഞാനൊരു കഥാപാത്രത്തെ നമ്മുടെ ഇനി ലാസ്റ്റ് ഷോട്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഋഷിക്കും കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. കാരണം ഇനി നാളെ മുതൽ കുഞ്ഞനില്ല എന്ന് പറഞ്ഞ കുഞ്ഞൻ ശരിക്കും സെറ്റിൽ എല്ലാവർക്കും ഭയങ്കര കൗതുകവും. കുഞ്ഞൻ്റെ മേക്കപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓടി വരും. പിന്നെ ആ വേഷത്തിൽ നിൽക്കുമ്പോഴേ നമുക്ക് നല്ല തമാശകളും വരുമായിരുന്നു. വായെടുത്ത തമാശ വരും. അത് ആ സിനിമയിൽ ഒരുപാടുണ്ട്. മറ്റേ വേഷത്തിൻ്റെ കൂടെ ഒന്നും ആരും അധികം വരില്ല. ഇതിനോടൊരു ചെറിയ എന്തോ ഒരു ഇഷ്ടക്കൂടുതലുണ്ട്, കൗതുകമുണ്ട്. അതേപോലെ നമ്മുടെ പച്ചക്കുതിര. ആ പച്ചക്കുതിര അങ്ങനെ തന്നെ. പച്ചക്കുതിരയ്ക്ക് ഇതുപോലെ കുറേ നേരം കണ്ണ് കാണാണ്ടാവും. കാരണം വെച്ചാൽ ഇത് +13 -13 ലെൻസ് -13 എന്തോ ആണെന്ന് തോന്നുന്നു. കാരണം ആ കണ്ണാടി അങ്ങനെ അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? അയ്യോ, ആ കണ്ണാടി വെച്ചിട്ട് നമുക്ക് നോർമലി ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ. അല്ല ശരിക്കും പവറുള്ള സാധനം തന്നെയാണ്, അല്ലാണ്ട് വേറെ ഇതിനു വേണ്ടി മേക്ക് ചെയ്തത് ഒന്നുമല്ല. ഇല്ല. ശരിക്കും പവറുള്ളതിന് ഞാൻ അതേ പവറുള്ള ലെൻസ് വെച്ച് ഇത് ഒരേപോലെ ആക്കുക. അത് കഴിഞ്ഞ് ഇത് എടുത്തു കഴിഞ്ഞിട്ട് കുറേ നേരം ഇരിക്കും ഇതൊന്ന് നോർമലായി ഫോക്കസിലേക്ക് വരാനായിട്ട്. ആ സമയത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനകത്ത്. ആ വേഷത്തിലൊക്കെ ദിലീപേട്ടൻ പലരെയും പറ്റിച്ചിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ചിലർക്ക് അറിയുന്നവർക്ക് പോലും ദിലീപേട്ടനെ കണ്ടാൽ മനസ്സിലാവില്ല. കുഞ്ഞുക്കുൻ്റെ സമയത്ത് ഞാൻ പല ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗുഡ് നൈറ്റ് മോഹനേട്ടനൊക്കെ വന്നിട്ട് ഞാൻ ചെന്ന് കൈമ പിടിച്ചിട്ടൊന്ന് കൈ പതുക്കെ തട്ടി പറ്റി ആരോ ഒരുത്തം വന്നേക്കണു എന്നുള്ളതല്ല. ഞാൻ വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അതിൻ്റെ ഫൈറ്റ് മാസ്റ്റർ തകര മാസ്റ്റർ പോ എന്ന് പറഞ്ഞാൽ ഓടിയ. കാരണം അവസാനം അപ്പോൾ പുള്ളി അവസാനം പറഞ്ഞു, സാർ ഞാൻ രണ്ടാമത് ടൈം മാറ്റിയേച്ച്. ഫസ്റ്റ് ടൈം സത്യം മാഷ് ഒരു നാൾ ഇതുപോലെ ഏതോ ഒരു വേഷം കെട്ടിയിട്ട് പുള്ളി അവിടെ കിടക്കണ്ടായിരുന്നു. മാസ്റ്ററും പോയി എൻ്റെ അടുത്ത് കിടന്നു. അപ്പം അന്ന് അങ്ങനെയൊന്നും സത്യമാഷ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വലിയ ഭയങ്കര റെസ്പെക്റ്റായി ഇവർക്കൊക്കെ. അപ്പോൾ സാറിൻ്റെ അടുത്ത് തന്നെ മാഷിൻ്റെ അടുത്ത് തന്നെ കിടന്ന് ഉറങ്ങുന്നുണ്ട് സത്യസാറിൻ്റെ. അപ്പോൾ പുള്ളി പറയാണ്, ഞാൻ അന്നാണ് തകർന്നു പോയത്. കാരണം സാറിനെ അന്വേഷിച്ച് ഷോട്ട് റെഡി എന്ന് പറഞ്ഞ് വിളിക്കാൻ അവർ വന്നപ്പോൾ സാറ് എഴുന്നേറ്റപ്പോൾ അയ്യോ ഞാൻ ഈ മനുഷ്യൻ്റെ അടുത്താണ് ഇത്രയും നേരം കിടന്നത് എന്ന് വെച്ചു. കാരണം അതൊന്നും അങ്ങനെ അത്രയും റെസ്പെക്റ്റിലാണ് ഇവർ കാണുന്നത്. പറഞ്ഞ അങ്ങനെ ഞാൻ ആളറിയാണ്ട് മാട്ടിയത് നിൻ്റെ അടുത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൗണ്ട് തോമ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. കാരണം അതങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാർക്കേ ഒരുപാട് ആഗ്രഹങ്ങളായിരിക്കും. എന്നുവെച്ചാൽ മോശം എന്നല്ല,
അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനും ജയറാമേട്ടനോട് ആ ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞ് എപ്പോഴും ചിരിയും കളി ഉണ്ടായിരുന്നത്. കാരണം ഞാൻ ആലുവ, ജയറാമേട്ടൻ പെരുമ്പാവൂർ. അപ്പോൾ അവിടെയൊക്കെ ചില ആൾക്കാരെ നമ്മൾ കണ്ട് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ മോഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കളികളൊക്കെയാണ്. എനിക്കും അറിയാം നമ്മുടെ വീടിൻ്റെ ഒക്കെ അടുത്ത് കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ രീതികൾക്ക് നമ്മൾ ആ സമയത്ത് നമ്മൾ മനഃപൂർവ്വമൊന്നുമല്ല, പക്ഷെ നമ്മളറിയാതെ നമ്മളത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ഒരിക്കൽ ബെന്നിബയുടെ അടുത്ത് ഇങ്ങനെ സംഭവം പറഞ്ഞപ്പോഴാണ്, കാരണം അപ്പോൾ ബെന്നി പറഞ്ഞു ഇവനെ പാട്ടുകാരനാക്കി എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം ചോദിച്ചത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആണ് ഇതുപോലെ ഒരു പാട്ടുകാരനായിട്ട് സൗണ്ട് തോമൻ എല്ലാ കാര്യത്തിലും കയറി ഇടപെടുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് അത് എനിക്ക് കിട്ടിയത്. അതിൻ്റെ മേക്കപ്പിനും കുറേ സമയം എടുക്കുമായിരുന്നു? അതുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ചുണ്ട് ഇതാക്കണ്ടേ, മുറിച്ചുണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ ആ സിനിമയുടെ കഥാപാത്രം ചെയ്തപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ വിഷമവും കാര്യങ്ങളും എനിക്ക് മനസ്സിലായത്. അതിനെ ബേസ് ചെയ്ത് പിന്നെ നമ്മൾ ചേർത്തലയിൽ ഒരു ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന് ഏകദേശം ഒരു 100 പേർക്ക് നമ്മൾ ആ ഓപ്പറേഷൻ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ചില കുഞ്ഞുങ്ങളെ ഭയങ്കര ഇതായിട്ട് വരും, നമ്മൾ ഷോക്കായി പോവാന്ന് പറയില്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ അതിൽ ചെന്നതുകൊണ്ട് കുറേ പേർക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടായി. ഓക്കെ. അതുപോലെ നമ്മുടെ മായാമോഹിനി, അതെനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് റെക്കഗ്നീഷൻ തന്നിട്ടുള്ളൊരു സംഭവമാണ്. മായാമോഹിനി ശരിക്കും പറഞ്ഞ ഒരു ഇൻഡിപെൻഡൻറ്റ് ആക്ടറുടെ ഒരു ഹീറോയുടെ ഇതിൽ എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷനിൽ പോയ ആദ്യത്തെ പടം അതാണ്. ശരിക്കും നമ്മൾ ചെയ്യുന്നത് ഒരു 10 കോടിക്ക് മേളിൽ കളക്ട് ചെയ്യുക അന്നത്തെ ഇതിൽ. അന്ന് ടിക്കറ്റ് റേറ്റ് 20 രൂപയ്ക്കല്ലേ. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ ആദ്യം 2020 പിന്നെ അത് കഴിഞ്ഞതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു സിംഗിൾ ഹീറോയുടെ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ഹിറ്റിൽ പോയി ദൃശ്യമാണ്. ഭയങ്കര വലിയ ഹിറ്റിലേക്ക് നീങ്ങിയൊരു പടം അതാണ്. ആ മേക്കപ്പ് ചെയ്ത് നോക്കാൻ ഇതുപോലെ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ 5 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിനകത്ത് മൂക്ക് എൻ്റെ ഒറിജിനൽ മൂക്കല്ലല്ലോ, എൻ്റെ നല്ല ഷാർപ്പ് മൂക്കാണ്. പിന്നെ മുടി ഒറിജിനലാണ്. അത് വെച്ച് കഴിഞ്ഞ് നമുക്ക് ആ മുടി വെച്ച് കുളിക്കുകയൊക്കെ ചെയ്യാം. അത് റിയൽ മുടിയാണത്. പിന്നെ അണിഞ്ഞൊരുങ്ങി വന്ന് മെൻ്റലി നമ്മൾ ആ സമയത്തൊക്കെ ഞാൻ അന്നൊക്കെയുള്ള ഇൻ്റർവ്യൂസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പിന്നെ ഈ പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങാമെന്ന് പറയില്ലേ, അങ്ങനെ. അപ്പം പിന്നെ അതൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുക്കും സാരി ചുറ്റി പുറത്തിറങ്ങി വന്നെങ്കിൽ. സാരി ഉടുപ്പിക്കാനൊക്കെ ആൾക്കാർ ഫുൾ വലിയ സെറ്റപ്പിലാണ്. ഓക്കെ. അതുപോലെ ചാന്തുപൊട്ടിനെ കുറിച്ച് പറയുമ്പോഴോ? ചാന്തുപൊട്ടിലെ ക്യാരക്ടറിനെ ആദ്യം കണ്ടിട്ടുള്ളത് രാജൻ പി ദേവാണ്. ഓക്കെ. കാരണം ഞാനൊരു വിഗ്ഗൊക്കെ സംഘടിപ്പിച്ച് വെച്ചു. അതിന് ശേഷം വെറുതെ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ വേഷത്തിൽ ആദ്യം ചെല്ലുന്നത്, അന്ന് ഞങ്ങൾ ഒരുമിച്ച് ഞാൻ രാജേട്ടനെ അതിന് മുമ്പ് ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാജേട്ടൻ്റെ മുമ്പിലാണ് ആദ്യമായിട്ട് ആ വേഷം കിട്ടി ചെല്ലുന്നത്. ലാലുവിലും കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ സെറ്റപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അത് ആ ഒരു വിഗ് അത് ഓക്കെ ആയില്ല, ശരിയായില്ല. അപ്പം ഞാനൊന്നും മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ ലാലിൻ്റെ കാരണം നിങ്ങൾ ബാക്കി ലൊക്കേഷൻ നോക്കേണ്ട എല്ലാം നോക്കി, ചാന്തുപൊട്ടിലെ രാധനെ നിങ്ങൾ സ്കെച്ച് ചെയ്തില്ല. ആ പരിഭവത്തിലിരിക്കാൻ ഞാൻ മിണ്ടാതെ. അവസാനം ഇവർ ഭയങ്കര ടെൻഷൻ, നാളെ രാവിലെ ഷൂട്ടുള്ളതാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ റിയൽ മുടിയെടുത്തോണ്ട് വന്നു. അപ്പോഴാണ് അവർ ഭയങ്കര ആശ്വാസമായത്. പിന്നെ അതായിട്ടങ്ങനെ പോയി. പിന്നെ അതും ബെന്നിബായുടെ ഒരു നാടകം തന്നെയായിരുന്നു, അറബിക്കടലും സംതിങ് അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു നാടകമായിരുന്നു. പക്ഷേ ഈ ക്യാരക്ടർ ശരിക്കും കരയണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ തമാശ പറയണ പോലെ അല്ലല്ലോ, സെന്റിമെന്റ്സ് പറയുക, അത് വേറെ ആൾക്ക് ഫീൽ ചെയ്യുക എന്ന് പറയണത് വലിയ ടെൻഷനുള്ള ഒരു കാര്യമാണ്. അപ്പം അതാ പറഞ്ഞത്, ഓരോ ക്യാരക്ടറിൽ ചെല്ലുമ്പോഴേ നമ്മൾ എന്താ ഫേസ് ചെയ്യണമെന്ന് അപ്പോഴേ നമുക്ക് മനസ്സിലാവും. ഒരു പഠനങ്ങളല്ലേ ശരിക്കും? 100%. ഓരോ സിനിമയും ഓരോ മിഷൻ എന്ന് പറയുന്ന പോലെ ഒരു ലെസനാണ് നമുക്ക്. അതിലൂടെ ചെന്ന് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഇവരൊക്കെ ഇത്ര അനുഭവിച്ചിട്ടുണ്ട്, ഇത്രയും ഫീലുണ്ടല്ലേ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് ഇഷ്ടം കൂടും. സത്യം. നമുക്ക് അവരോട് ഭയങ്കര കെയറൊക്കെ ആവും. ദിലീപേട്ടൻ്റെ ഇപ്പോൾ ഞാൻ പല വേഷപ്പകർച്ചകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊക്കെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, വേഷം കെട്ടാൻ വേണ്ടി കെട്ടിയ പോലത്തെ ഒരു ഫീൽ ഒട്ടുമില്ല, ഇതുവരെ ചെയ്തില്ല. അതിലിപ്പോൾ വേഷം കെട്ടലുള്ളൂ.
കേശുവിലൊക്കെ അത്രയും പ്രായമുള്ള ഒരാളായിട്ട് ഉർവശി ചേച്ചിയുടെ പേരായിട്ടൊക്കെ അഭിനയിക്കുമ്പോൾ നമുക്കത് പ്രായമില്ലാത്ത ഒരാളെ പ്രായമാക്കിയ പോലെയൊന്നും അങ്ങനെ ഫീൽ ചെയ്യില്ല. അപ്പോൾ അതിൽ ദിലീപേട്ടൻ തന്നെ വേണമെന്ന് തീരുമാനിക്കാനുള്ള കാരണം എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആദ്യമേ അങ്ങനെ തന്നെ ആയിരുന്നോ? ഇല്ല, ആ വേഷം ഞാൻ ചോദിച്ചു വെച്ചാ ആ നമ്മൾ ആ കഥ പറയുമ്പോൾ നമ്മൾ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ സജീവ കഥ പറഞ്ഞു, നാഷർ ചേട്ടാ ഇതിനകത്തൊരു സംഭവമില്ലടാ, നമുക്കിത് ചെയ്താലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നാഷർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ആദ്യം പറയുന്നത്. എനിക്ക് തോന്നുന്നു അലൻസിയറേട്ടനൊക്കെ വെച്ചിട്ടാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇന്നസെൻറ്റിലേക്ക് പോയി. ഇന്നസെൻറ്റ് പറഞ്ഞ ഏടാ എനിക്ക് അതിലിങ്ങനെ അപ്പോൾ ഒന്ന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പം ഒന്നും ഉറവിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അതാരെന്ന് ഫിക്സ് ചെയ്തിട്ട് പോലുമില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ ആലോചിച്ച് വേണമെങ്കിൽ അത് സുരാജിനെ, അപ്പോൾ സുരാജ് അങ്ങനത്തെ വേഷങ്ങളൊക്കെ ചെയ്യാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. അങ്ങനെ ഇരുന്ന് സംസാരിച്ച് ഞാനിങ്ങനെ ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ നാഷ എടാ ഞാൻ ചെയ്ത് എങ്ങനെ ഉണ്ടാവും, എനിക്ക് തന്നെയുള്ള പരിപാടി. അപ്പോൾ നീ എങ്ങനെ ശരിയാവും, അയാൾക്ക് 65-67 വയസ്സുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അല്ലടാ, ഞാൻ വെറുതെ ഒരു ഇത് പറയട്ടെ, ഞാൻ ഇങ്ങനെ ഒരു രൂപത്തിൽ ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ അതിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ഉണ്ടാക്കുക, കാണിക്കുക, ഇവനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യണം. കാര്യം ഇവനാണല്ലോ ഡയറക്ടർ. കൂട്ടുകാരാന്ന് പറഞ്ഞിട്ട് അടിച്ചേപ്പിക്കാൻ പറ്റില്ലല്ലോ, ബലിപ്പിക്കതുള്ള. അത് കഴിഞ്ഞിട്ട് ഈ ഒരു രൂപത്തിൻ്റെ ഒരു ഏകദേശമൊക്കെ കാണിച്ചപ്പോൾ ഇവൻ എടാ ഇത് കൊള്ളട്ടാ, എടാ അങ്ങനെയാണെങ്കിൽ ഇതിലേ ഇയാളുടെ ഭാര്യ ഉർവശി ചേച്ചി ആയിരിക്കും നന്നാവുക. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഉർവശി ചേച്ചി എൻ്റെ ഹീറോയിനായിട്ട് അഭിനയിക്കുന്നത് ഞാൻ ചിന്തിച്ചിട്ടുമില്ല. കാരണം ഞാൻ സിനിമാ ജീവിതം തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ക്ലാപ്പ് അടിക്കുന്ന ആസിൻ്റെ ഡയറക്ടർ കഴിയുമ്പോൾ ക്ലാപ്പ് അടിക്കുന്നത് ലാലേട്ടൻ്റെ ഉർവശി ചേച്ചിയുടെ മുമ്പിലാണ്. ഫസ്റ്റ് അവിടെ ഞാൻ വിഷ്ണുലോകം ആ സമയത്ത്. അത് കഴിഞ്ഞ് ഉർവശി ചേച്ചിയുടെ ഞാൻ പിടക്കൊഴി നൂറ്റാണ്ട് ആ സിനിമ ചെയ്തിട്ടുണ്ട്. ഉർവശി ചേച്ചി എപ്പോഴും നമ്മുടെ സീനിയറാണ്, മനസ്സിലായില്ലേ. അപ്പം ഞാൻ ചേച്ചിന്ന് വിളിച്ച് ശീലിച്ചും പോയിട്ടുണ്ട്. പണ്ട് തുടങ്ങിയക്കാരാൻ പോയി കൽപ്പൻ ചേച്ചി, ഉർവശി ചേച്ചി. അപ്പം നമ്മൾ ഈ മിമിക്രിയും തമാശകളൊക്കെ ആയിരിക്കുമ്പോൾ 95 ഷോ നടക്കുന്ന സമയം അന്ന് ഞങ്ങൾ ആർട്ടിസ്റ്റുകളൊന്നുമല്ല, മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. 95 അമ്മയുടെ ഷോയ്ക്ക് ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ തമാശകൾ ഇവർ ഭയങ്കര കമ്പനിയാണ്, ഇവർ ഭയങ്കര സ്നേഹമാണ് നമ്മളോടൊക്കെ. തമാശയൊക്കെ ഇഷ്ടപ്പെടും. കൽപ്പൻ ചേച്ചിയൊക്കെ ഭയങ്കര തമാശ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ഉർവശി ചേച്ചി സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. നമുക്ക് കഥ പറഞ്ഞു നോക്കാം. ഉർവശി ചേച്ചി ഞാൻ വിളിച്ചു, ചേച്ചി ഒരു കഥയുണ്ട്, അത് കേട്ട് നോക്കൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, കഥ കേട്ടെ എന്ന് പറഞ്ഞു. കഥ കേട്ട് കഴിഞ്ഞാൽ വിളിച്ചിട്ട് ദിലീപ് നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ അത്. പക്ഷേ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ചേച്ചിയുടെ ഒരു രീതികൾ ഇത് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പല സിനിമകൾ തലയണ മന്ത്രമൊക്കെ കണ്ട് നമ്മളിങ്ങനെ എങ്ങനെ അഭിനയിക്കാൻ പറ്റുക അല്ലേ. അഭിനയിക്കല്ലോ, ജീവിക്കല്ലേ. അങ്ങനൊരു നടി വേറെ ലെവലാ സത്യം. അപ്പോൾ നമുക്കത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. രണ്ടുപേരും ചേർന്ന് ഇങ്ങനെ ചെയ്താൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. കോമഡി ഭയങ്കര രസം അത്. അപ്പം അങ്ങനെ ആ യാത്ര ഇപ്പോൾ നമ്മളുടെ തങ്കമണിയിൽ വന്ന് നിൽക്കുമ്പോൾ അതിലും അത് രണ്ടറ്റയറാണ്. അതിലൊന്ന് പ്രായമായിട്ടുള്ള ഒരാളാണ്, പക്ഷെ ഭയങ്കര റഫ് ആൻഡ് ടഫ് ലുക്ക്, ഭയങ്കര ആളുടെ കണ്ണിലൊക്കെ തീക്ഷ്ണത. മനുഷ്യനെ ശരിക്കും പറഞ്ഞാൽ അയാളുടെ ലൈഫിലെ എക്സ്പീരിയൻസുകളാണ് അയാളെ പിന്നീട് എന്താക്കുന്നു എന്ന് പറയുന്നത്, അല്ലേ. ഓരോ ദിവസവും അയാളുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ അയാളെ ശരിക്കും പറഞ്ഞാൽ ബോൾഡാവുമോ, അയാളുടെ രീതികൾ എന്താവുമോ എന്നുള്ളത് നമ്മുടെ അനുഭവങ്ങളാണ് നമ്മളെ ആ സ്ഥലത്ത് എത്തിക്കുന്നത്. ചിലർക്ക് മെച്യൂർഡ് ആവാം, ചിലർ വളരെ ശാന്തനാവും, അങ്ങനെ ഒരുപാട് അവസ്ഥകളിലൂടെ പോകും. അത് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫീലുള്ള ഒരാളാണ് ആബേൽ. ഓക്കെ, നമ്മുടെ ഒരു ആക്ടിങ് ആ ഒരു ക്യാരക്ടറായിട്ട് മാറുക, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സലൻ്റ് ആയിട്ട് അഭിനയിക്കുക എന്നുള്ളൊരു സംഭവം ആ ഒരു എറ്റയർ കംപ്ലീറ്റ് ആയിട്ട് ആക്കി വന്ന് നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങാൻ എളുപ്പമാണോ? ചക്രമുത്ത് പടത്തിന് ഞാൻ അഭിനയിക്കാൻ പോയി. വളരെ ഞാൻ ഇങ്ങനെ തന്നെ പോവുക, താടിയൊന്നുമില്ല. അപ്പോൾ സാറിൻ്റെ അടുത്തുനിന്ന് സാറ് പറഞ്ഞു ഒന്ന് മേക്കപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചക്രമുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് രൂപം എന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ ചോദിച്ചു സാർ എന്തെങ്കിലും. അപ്പോൾ അത് ഈ അരവിന്ദൻ എന്ന് പറഞ്ഞ ആൾ ജീവിച്ചിരിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ അരവിന്ദൻ അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാൻ ഒരു ഇതില്ല. കാരണം അപ്പോൾ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ഒരു ചെറിയ പൊട്ടൻ്റെ സ്വഭാവമുള്ള ഒരാളെന്ന് പറഞ്ഞു സാറ്. അപ്പോൾ ഞാനങ്ങനെ ആലോചിച്ചു എന്താ രൂപത്തിൽ ചെയ്യാം. അപ്പോൾ ഞാനും ഉണ്ട്, സുദേവനുണ്ട്. അത് സുദേവ് എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ മേക്കപ്പ്. ഞങ്ങൾ കാരവനിൽ ചെന്ന് ഇങ്ങനെ ഇരിക്കുക, എന്താ ചെയ്യുക, എന്താ വ്യത്യാസം ചെയ്യാം
എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ പിടിക്കുക ഇവിടെ പിടിക്കുക അങ്ങനെ പിടിച്ച് വെറുതെ ചെവി ഇങ്ങനെ പിടിച്ചപ്പോഴാണ് ഏയ് ഇതിലൊരാളുണ്ടല്ലോ, വെറുതെ ഇങ്ങനെ തല വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പിടിച്ചതാണ്. അപ്പോൾ ഇതിലിങ്ങനെ നോക്കിയപ്പോൾ ഒരാൾ, പിന്നെ ഇത് വെച്ചിട്ട് പല എക്സ്പ്രഷൻ നോക്കിയപ്പോൾ ഇയാളെ പിടിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെവി ഇങ്ങനെ ഇരിക്കണ്ടേ, അപ്പോൾ ഫുൾ ടൈം ഈ ചെവി ഇങ്ങനെ ഇരിക്കണം. ഈ പടത്തിൽ നമ്മൾ പിടിച്ചാൽ ഇതുപോലെ ഇരിക്കണം. പിന്നെ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെവിയുടെ ഇവിടെ എന്നൊരു കാര്യം കൊടുക്കണം. പിന്നെ അതിനെക്കുറിച്ച് അതെന്ത് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ വേഷത്തിലാണ് ഞാൻ ലോയി സാറിനെ വിളിച്ചത്. ലോയി സാർ ചിരിച്ചിട്ടൊരു ഓട്ടം ഓടിയിട്ട് അപ്പോൾ സാറിന് ആളെ കിട്ടി. എന്നിട്ട് അയാൾ ഇങ്ങനെ അതൊക്കെ ആക്കിയിട്ട് നടക്കാന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ചിലത് യാദൃശികമായിട്ട് നമുക്ക് വീണ് കിട്ടുന്നതാ. അപ്പോൾ ശരിക്കും നമ്മളുടെ മൊത്തത്തിലുള്ള പെർഫോമൻസിനെ അത് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് ആ ഒരാളാവാൻ അല്ലേ? 100%. അപ്പം ഞാനെപ്പോഴും നമ്മൾ ഏതോ ഒരു പവറിൽ വിശ്വസിക്കുന്നു, അത് സ്കെച്ച് ചെയ്യും എന്ന് പറയുന്നൊരു സാധനമുണ്ടല്ലോ. ഇത്രയും മേക്കപ്പുകളിലൂടെ കടന്നു പോയിട്ടേ എപ്പോഴെങ്കിലും ഇത് കോളായിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഒരു സാധനം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ മേക്കതും രണ്ടാമത്തെ ദിവസം എനിക്ക് ഈ നാട് വിട്ടു പോകാൻ തോന്നിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട വേഷം ഒന്ന് ഇതൊക്കെയാണ്, തിളക്കത്തിലെ ഉണ്ണിയും മറ്റേ മായാമോഹിനി. അയ്യോ ഞാൻ വേഷമൊക്കെ കെട്ടി ഓക്കെ, എല്ലാവരും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ വെള്ളം കുടിച്ചിട്ടുള്ള ഞാനത് രണ്ടാമത്തെ ദിവസം വിട്ടാല, കാര്യം ചെയ്യണ എല്ലാം ചാന്തോട്ടാ എന്ന്. അപ്പോൾ അത് വരാൻ പാടില്ലല്ലോ. അത് ഞാൻ പറഞ്ഞു നമുക്ക് പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്താലോ എന്നൊക്കെയായി. അപ്പം ഞാൻ പറഞ്ഞു വേറെ ആരെല്ലാം കൊണ്ട് ആലോചിക്കണോ ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ദിവസമാണ് എനിക്കിത് കിട്ടണേ. എന്നിട്ട് ആ 2 ദിവസം എടുത്തതും ആ കിട്ടണ വരെ എടുത്തതെല്ലാം റീഷൂട്ട് ചെയ്യിപ്പിച്ചു. കാരണം ഭയങ്കര വ്യത്യാസമായിരുന്നു. അതുപോലെ തന്നെയാണ് തിളക്കത്തിലും. കാരണം ഒരു പ്രാന്തൻ ചക്കൻ ഇങ്ങനെ നടക്കല്ലേ. പക്ഷേ നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണ പോലെ തോന്നുകയെന്ന് പറയില്ലേ. 2 ഷോട്ട് അഭിനയിച്ചപ്പോൾ എനിക്കിങ്ങനെ റിഹേഴ്സലിൻ്റെ സമയത്തൊക്കെ എനിക്കെന്തോ അയ്യേ ഞാനെന്തെങ്ങനെ ചെയ്യണേ എന്ന് പറയുന്ന ഒരു സ്ഥലം. പക്ഷെ എന്നെ എൻജോയ് ചെയ്ത് ഇതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എന്താ ചെയ്യാന്നൊക്കെ അറിയപ്പോഴും എനിക്ക് പെട്ടെന്ന് മീനുട്ടിയുടെ മുഖം ഇങ്ങനെ ഓർമ്മ വന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് മൂടിയിട്ട് എന്ന് പറഞ്ഞ് കാണിച്ചോളൂ. വേഗം ഞാൻ അതൊക്കെ അതിൽ കയറ്റി, മനസ്സിലായില്ലേ. അപ്പോൾ അതുപോലെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അന്ന് എനിക്ക് തോന്നണത് 18 വയസ്സുണ്ട് അന്ന് അന്ന് ഈ +2 ഒന്നും അങ്ങനെ വന്നിട്ടില്ല. ഇവിടെ 1-2 സ്കൂളുകളിലേ ഉള്ളൂ +2 രീതികൾ. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇതിൽ മീനത്തി താലിയിട്ട് എന്ന് പറഞ്ഞ പടം ചെയ്യണം. മറ്റേ സ്കൂളിൽ പോവാന്നൊക്കെ പറയില്ലേ. പാട്ടുകളൊക്കെ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് പാട്ടുകളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളിൽ ഒന്നാണത്. എന്നെ ഒരു ദിവസം വെളുപ്പാൻ കാലത്ത് മമ്മൂക്ക വിളിച്ചതായിരുന്നു. തലേ ദിവസം രാത്രി എന്തോ പടം കണ്ടിട്ട്, എടാ വേറൊന്നുമില്ലടാ, ഒരു വേഷം കെട്ടലും ഇല്ലാതെ ഇങ്ങനെയുള്ളതൊക്കെ പറഞ്ഞിട്ടേ. കാരണം വേറെ ആളൊന്നും ആയിട്ടല്ലോ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പയ്യൻ എന്ന് പറഞ്ഞിട്ട്. അതെനിക്കിഷ്ടപ്പെട്ട സിനിമ തന്നെയാണ്. കുറേ മേക്കപ്പിൻ്റെ കഥ നമ്മൾ പറഞ്ഞില്ലേ. ഏറ്റവും കൂടുതൽ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്തത് ഏത് മേക്കപ്പിനാണ്? ഏറ്റവും കൂടുതൽ നേരെ ഇരിക്കേണ്ടി വന്നിട്ടുള്ളത്? കമ്മാരസംഭവം ആണോ? കമ്മാരസംഭവം ശരിക്കും പറഞ്ഞ പ്രോസ്തറ്റിക്സ് എനിക്ക് അത് സ്കിന്നിനെയൊക്കെ വരെ ഇതായിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മൊത്തം ഒരു 3-4 മണിക്കൂർ അത് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വരാൻ മൊത്തം മൂടുകയാണ്. മൂടിക്കഴിഞ്ഞിട്ട് പിന്നെ അതൊരു 4 മണിക്കൂർ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് പിന്നെ പറിച്ചെടുക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പതുക്കെ ഇരുന്ന് അത് അഴിച്ചെടുക്കാൻ 1-2 മണിക്കൂർ വേണം. പിന്നെ ഏകദേശം എത്രയോ ദിവസം 14 മണിക്കൂർ വെച്ചിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഇതായിരുന്നു. അത് ശരിക്കും സ്കിന്നൊക്കെ ഡാമേജ് ആവുന്ന ഒരു കറക്റ്റ് ടൈമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പം കമൽ സാറൊക്കെ അവിടെ അവേഷ് ഷൺമുഖിയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അവരൊക്കെ കറക്റ്റ് ടൈമിലേ അത് ഇതായിട്ടുള്ളൂ. പണ്ട് നമ്മൾ ഇതിൻ്റെ തുടക്ക സമയത്തൊക്കെ നമ്മൾ ഇത് ചെയ്യണ്ട. അവിടെ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് വ്യത്യാസമായിട്ടോ, ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും ടെക്നോളജിയുടെ വളർച്ചയിൽ. ഇപ്പോൾ നമ്മൾ പണ്ട് കല്യാണരാമൻ ചെയ്യുന്ന സമയത്ത് വെളുപ്പാങ്ങ് 2 മണിക്ക് തുടങ്ങിയ മേക്കപ്പാ 7 മണിക്ക് ലൊക്കേഷൻ ചെല്ലണം. മറ്റേ അപ്പൂപ്പനെ വയസ്സായ ആള്. ഈ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കാം കേട്ടോ. മേക്കപ്പ് എനിക്ക് ഇത്രയും നേരം മണിക്കൂറുകൾ ഇരിക്കുന്നുണ്ടല്ലോ, എന്താ ഇവിടെ എപ്പോഴും മേക്കപ്പിനെ കുറിച്ച് ചോദിക്കണമെന്ന് വിചാരിക്കരുത്. കാരണം ഇത്രയ്ക്കും നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ഡിഫറെൻറ്റ് മേക്കപ്പിൽ വന്നിട്ടുള്ള ഒരാളില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ചോദിക്കണേ. അപ്പോൾ ഇത്രയും മണിക്കൂറുകൾ മേക്കപ്പിന് ഇരിക്കുന്ന സമയത്തേ അവരത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്താണ് ദിലീപേട്ടൻ എന്താ ചെയ്യാറ് നേരത്ത്? അതായത് പാട്ട് കേൾക്കുക, എന്തെങ്കിലും എന്റർടൈൻമെന്റ് ഉണ്ടോ? പാട്ട് ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ നടക്കുന്ന കാര്യങ്ങൾ നോക്കിയിരിക്കും.
പിന്നെ അല്ലാത്ത ചില കാര്യങ്ങളാണെങ്കിൽ വെളുപ്പാങ്കാലത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്ന് ഉറങ്ങും. അപ്പോൾ അവർ തന്നെ എന്നെ പിടിച്ച് തലയെടുത്ത് കറക്റ്റാക്കി വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവർ ചെയ്യുന്നതൊക്കെ നോക്കിയിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ നമ്മളുടെ തിയേറ്ററിൻ്റെ ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ തിയേറ്റർ ഉടമ എന്നുള്ളൊരു കാറ്റഗറിയിലും പ്രൊഡ്യൂസർ എന്നുള്ള കാറ്റഗറിയിലും നടൻ എന്നുള്ള കാറ്റഗറിയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ആക്ടർ ദിലീപ് ശരിക്കും ആരുടെ കൂടെയാണ്? പ്രൊഡ്യൂസർ ദിലീപിൻ്റെ കൂടെയാണോ അതോ തിയേറ്റർ ഉടമയായിട്ടുള്ള ദിലീപിൻ്റെ കൂടെയാണോ? ആക്ടർ ദിലീപ് ജനങ്ങളുടെ കൂടെയാണ്. എനിക്ക് ജനങ്ങളുണ്ടെങ്കിൽ ആക്ടർക്ക് പെർഫോം ചെയ്തിട്ട് കാര്യം. ഓക്കെ. അപ്പം അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടതാണ് കൊടുക്കുക. പിന്നെ അവരുണ്ടെങ്കിലല്ലേ ഞാനുള്ളൂ. ഞാൻ ഈ വന്ന് പെർഫോം ചെയ്യുമ്പോൾ ആരുമില്ലാത്തൊരു സ്ഥലത്ത് കലാകാരൻ എന്ത് കാര്യം? തീർച്ചയായിട്ടും കലാകാരൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ഇപ്പോൾ വിജിതയും കലാകാരിയല്ലേ. നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മളെ നിറഞ്ഞ സദസ്സല്ലേ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അവർ രണ്ട് കൈ കൂട്ടിയടിക്കുമ്പോൾ ഉണ്ടാവുന്ന കൈയടിയുടെ ശബ്ദമല്ലേ നമ്മുടെ എനർജി. അവർ ചിരിച്ച് കളിച്ച് ഉക്കരനായിട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആവേശം എന്താണ്? സത്യം. ഞാൻ അവരുടെ ആക്ടർ ദിലീപ് അവരുടെ കൂടെയാണ്. ഇനി ഞാൻ കാറ്റഗറി ചോദിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ സിനിമയിലേക്ക് വന്നിട്ടുള്ളത് ഒരു അസിസ്റ്റൻ്റ് ആയിട്ടും ഒക്കെയാണ്. അന്നും മനസ്സിൽ ഡ്രീം നടനാവുക എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സിനിമയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കുക എന്നുള്ളതായിരുന്നു? ചെറുപ്പം മുതലേ സിനിമ എന്ന് പറയുന്ന ഒരു അറിവ് തുടങ്ങിയ കാലം മുതൽ, സിനിമ കണ്ട കാലം മുതൽ എൻ്റെ അമ്മയുടെ ഒക്കത്തിരുന്ന് സിനിമയ്ക്ക് പോയത് ഉള്ളൊരു ഓർമ്മ തുടങ്ങിയിട്ടുണ്ട് എനിക്ക്. സിനിമകൾ കണ്ട് സിനിമയെ ഒരു അത്ഭുത ലോകമായി കണ്ട് സിനിമയായിരുന്നു എനിക്കെല്ലാം. സങ്കടം വന്ന എനിക്ക് സിനിമ മതി എൻ്റെ സങ്കടം തീരാൻ. തിയേറ്ററിൽ എങ്ങനെയെങ്കിലുമൊക്കെ തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് ഞാൻ ഓക്കെ ആവും. അന്നൊക്കെ പിന്നെ സിനിമയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. സിനിമയിൽ എന്തെങ്കിലും ആവണം, അതായിരുന്നു ആഗ്രഹം. പക്ഷെ ഞാൻ സത്യത്തിൽ സിനിമയിലൊരു ഹീറോ ഒന്നും എനിക്കറിയില്ല. നമ്മളൊരു ചേട്ടൻ അങ്ങനെയൊക്കെയുള്ള നമുക്ക് പറ്റുള്ളൂ. തുമ്മി എന്ന് പറയുന്ന ആ ഗ്യാപ്പിൽ നമ്മൾ പോകരുത് എന്ന് പറയുന്നൊരിതില്ലേ, അതല്ലാതെ ഇരിക്കരുത്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ നമുക്ക് ദൈവം തന്നില്ലേ എന്ന് പറഞ്ഞ വലിയ ഇതുണ്ട്. ഈ ആക്ടിങ്ങിലേക്ക് കടന്നപ്പോഴേ തുടക്കകാലത്ത് ചിന്തിച്ചിട്ടുണ്ടോ എനിക്കിതൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് പറ്റും, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നായിരുന്നു? എങ്ങനെയായിരുന്നു അന്നത്തെ മൈൻഡ് സെറ്റ്? ഞാൻ ഒരു കോൺഫിഡൻസും അങ്ങനെ ഒരു കാര്യത്തിലും പറഞ്ഞിട്ടില്ല. എനിക്ക് പറ്റുമോ, ഞാൻ തമാശ പറയാൻ ആഗ്രഹിക്കുകയും ചിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾ, ഞാൻ സിനിമയിൽ വരുമ്പോൾ ഞാൻ വളരെ ചിരിപ്പിക്കുന്ന ആൾക്കാർ നിൽക്കുന്നൊരു വലിയ കടലിലേക്കാണ് ഞാൻ വന്ന് കയറിയത്. ആ സമയത്ത് ഞാൻ പറയുന്ന തമാശ വേറെ ആൾക്കാർ ചിരിക്കുമോ എന്നുള്ള സംശയത്തിലാണ് ഞാൻ വന്നത്. ഓക്കെ. കാരണം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ, അമ്പിളിച്ചേട്ടൻ, മാളച്ചേട്ടൻ, പപ്പുവേട്ടൻ തുടങ്ങിയ ആ ഒരു ഗ്രേഡിൽ ഒരു സെക്ഷനിൽ അവർ, മുകേഷ് ഏട്ടൻ, ജഗദീഷ് ഏട്ടൻ, ശ്രീനേട്ടൻ തുടങ്ങി ഒരു ഇതിൽ, അത് കഴിഞ്ഞ് പിന്നെ സിദ്ദിഖ്, ഇങ്ങനെ അതൊരു സെക്ഷൻ. ലാലേട്ടൻ്റെ വക ഹ്യൂമർ വേറെ, ജയറാമേട്ടൻ്റെ വേറെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഏത് തരത്തിലെ ഹ്യൂമർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പണ്ട് NF ഏട്ടൻ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു ട്രൂപ്പിലായിരുന്നു. അപ്പോൾ NF ഏട്ടൻ ഇന്ന് ഭയങ്കരമായിട്ട് സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹമായിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു പോസ്റ്റർ കണ്ടാൽ പോലും നമ്മളൊക്കെ ഒരു ചാൻസ് തന്നിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ആളായിരുന്നു. ആക്ടറും നല്ല ഇതാണ്. അപ്പോൾ അതൊന്നും നമുക്കില്ല. അപ്പം നമ്മുടെ ചിന്ത മുഴുവൻ നമ്മൾ വന്ന് തമാശ കേൾക്കൂ എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ. അപ്പം ബറീസേട്ടനടിക്കും നമ്മളൊക്കെ സിനിമയിൽ എത്തുമ്പോഴേക്കും ഈ ക്യാരക്ടർക്ക് ഇല്ലാണ്ടാവൂ ചോദിക്കുന്നൊരു ഇതുണ്ട്. ഇപ്പം ഇവിടെ വന്നപ്പോൾ പിന്നെ നമ്മൾ തന്നെ ഒരു ഇതുണ്ട്. അപ്പോൾ ഗണേശനൊക്കെ പണ്ട് കളിയാക്കി, ഞാനും മണിയൊക്കെ സിനിമയിൽ വന്നപ്പോൾ നമ്മളിതുപോലത്തെ ഡിഫറെൻറ്റ് പല ഇപ്പം അവൻ അന്ധനായിട്ട് അഭിനയിക്കുന്നു, ഞാനിവിടെ കോരനായിട്ട് അഭിനയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവന്മാർ രണ്ടെണ്ണം സിനിമയിൽ വന്നപ്പോഴാണ് ചമ്മാനും ചെരുപ്പൂത്തിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഗണേശൻ്റെ ഇങ്ങനെയൊക്കെ ഉള്ളവന്മാർ ഇവിടെയൊക്കെ ഈ ലോകത്തൊണ്ടെന്നറിയുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കുക. ഇപ്പോൾ നമ്മൾ തങ്കമണിയിൽ എത്തി നിൽക്കുകയാണ്. ഒരു ആസ് എൻ ആക്ടർ ദിലീപേട്ടൻ കാണുന്ന ഒരു ഡ്രീം എന്താണ്? തങ്കമണിയെ സംബന്ധിച്ചിട്ടല്ല, പൊതുവെ ഇനിയിപ്പോൾ എന്താണ് കാണുന്ന വലിയൊരു ഡ്രീം? എനിക്ക് നല്ല സിനിമയുടെ ഭാഗമാവണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് എൻ്റെ ഡ്രീം. ഈ സിനിമാ ലോകത്ത് എനിക്ക് കയറണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ചിന്ത, അല്ല എൻ്റെ അത് ചെയ്യണം ഇന്ന ചെയ്യണം അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. സിനിമയിൽ ജീവിക്കണം, സിനിമയാണ് എനിക്കെല്ലാം. സിനിമയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും എനിക്കെല്ലാം തന്നതും സിനിമയാണ്. സിനിമയോടൊപ്പം തന്നെയാണ് എനിക്ക് വീണ്ടും ഒരു ജന്മം തന്നതും സിനിമ തന്നെയാണ്. കാരണം എല്ലാവരും നമ്മളെ ഇങ്ങനെ ആ സിനിമ കാണരുത്, അയാൾ അങ്ങനെയാണ് ഇയാൾ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോഴും
രാമലീല എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കേരളത്തിൽ ജനങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഏത് സമയത്ത് എന്നെ നിലനിർത്തിയിട്ടുള്ളത് എൻ്റെ പ്രേക്ഷകരാണ്. തുടങ്ങിയ കാലത്ത് പോലെയല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ഒരു കാലമാണ്. സിനിമയൊക്കെ അതിലൂടെയാണ് കൂടുതലും ആളുകൾ പറയുന്നതും നല്ല പടമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത്. എത്രമാത്രം ദിലീപ് എന്നുള്ള ആക്ടർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്? ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ല. അല്ല. ഇൻസ്റ്റഗ്രാം ഒക്കെ ഇല്ല. ഇതൊക്കെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ ഞാൻ ഡേ ടു ഡേ ലൈഫിലോ എൻ്റെ പേഴ്സണൽ ലൈഫിലോ ഒരു കാര്യം അങ്ങനെയൊന്നും, ഞാൻ ഒന്നാമത് ഭയങ്കര ഒരു സെൽഫി പോലും ഞാൻ തന്നെ സ്വയം എടുത്ത് നോക്കുന്ന ഒരു സ്വഭാവമൊന്നും എനിക്കില്ല. വളരെ അങ്ങനെ ഇല്ല. എന്തെങ്കിലും ഇപ്പോൾ ഒരാവശ്യത്തിന് വല്ല ഫോട്ടോ ഷൂട്ടിൻ്റെ സമയത്തെങ്ങാനും മര്യാദക്കാണോ കണ്ണാടിയൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് എടുത്ത് നോക്കാതല്ലാതെ അങ്ങനെയുള്ളൂ. അല്ലാതെ ഞാനത് പോസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള പരിപാടികൾ ഒന്നുമില്ല. കാരണം ഞാനിപ്പോൾ നോർമലായിരിക്കുന്ന കാര്യത്തിൽ ഞാൻ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. സത്യം, അതൊരു പോയിന്റാണ്. കാരണം നമുക്കത് കുറച്ചും കൂടി ഞാനിപ്പോൾ അങ്ങനെ ടി വി കാണാറില്ല, പത്രം വായിക്കാറില്ല എന്നൊക്കെ പറയണ ഒരു സ്വഭാവം ഉണ്ടല്ലോ. കാരണം ഞാൻ എന്നെക്കുറിച്ച് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ഞാനെങ്ങനെ വിശ്വസിക്കുക? അപ്പം അതതിൻ്റെ വഴിക്ക് നടക്കും. ദിവസവും എല്ലാവർക്കും വാർത്തകൾ വേണം. അപ്പോൾ അത് വാർത്തകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ഫ്രീ ടൈം ഒക്കെ ആകുമ്പോൾ എന്താ ദിലീപേട്ടൻ്റെ എൻ്റർടൈൻമെൻറ്റ് എന്താ? എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കും, സിനിമകൾ കാണും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ള കൂട്ടുകാരോട് സംസാരിച്ചിരിക്കും, അങ്ങനെയൊക്കെ. ഓക്കെ. ദിലീപേട്ടൻ ടോം ആണെങ്കിലും ജെറിയാണ് നമ്മുടെ മമത മോഹൻദാസ്. അങ്ങനെയുള്ള ഒരു ഫീലാണ് നമുക്കുള്ളത്. ഒരുപാട് ഹീറോയിൻസിന്റെ കൂടെ വളരെ ഭംഗിയായിട്ട് ഭയങ്കര കെമിസ്ട്രി വർക്ക് ചെയ്യുന്ന ഹീറോയിൻസ് ഒക്കെ ഉണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ആ ഒരു കെമിസ്ട്രി, അതായത് സത്യം പറഞ്ഞാൽ ആ ഫസ്റ്റ് പടമൊക്കെ വരുമ്പോൾ ഈ കോമ്പിനേഷൻ വർക്ക് ആവുമോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എമ്മാരി ടീമാണിത്, ഇത് എന്തൊരു കോമ്പിനേഷനാ. അതെങ്ങനെയാ ശരിക്കും തുടക്കത്തിലേ അങ്ങനെ ആയി വന്നോ? അത് എങ്ങനെയൊക്കെയോ സംഭവിച്ചു. ഇപ്പം ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പം അന്ന് മമത അഭിനയിക്കാൻ വരുമ്പോൾ ഞാൻ ചോദിച്ചു, മമത എനിക്ക് കാരണം നമ്മൾ കണ്ടിരിക്കുന്ന നമ്മുടെ സീനിയേഴ്സിൻ്റെ കൂടെയാണ് അവർ അഭിനയിക്കുന്നത് കണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ നമ്മൾ ഇതാണ് മമതയെ ഞാൻ പല ഫംഗ്ഷന് കണ്ടിട്ടുണ്ട്, വളരെ നന്നായിട്ട് എന്നോട് പെരുമാറിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ വന്ന് അഭിനയിച്ചു, ആ സിനിമയിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞൊരു സിനിമ ഇങ്ങനെ ചെയ്തു, അരികയെന്ന് തോന്നുന്നു അല്ലേ? അരിക എനിക്ക് തോന്നുന്നു മൈബോസ് കഴിഞ്ഞിട്ടാണ് ഏതോ അങ്ങനെ. മൈബോസിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ക്യാരക്ടർ മമത അല്ലാതെ ആ സമയത്ത് വേറെ ആരും ചിന്തിക്കാൻ പറ്റുന്നില്ല. അത് ഗംഭീരമായി. അത് കഴിഞ്ഞപ്പോൾ 2 കൺട്രീസ് ശരിക്കും നമ്മൾ കാനഡ, നമ്മൾ ആദ്യം UK എന്നൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ മമതയുടെ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എന്നാൽ പിന്നെ നമുക്ക് തൊട്ടടുത്ത സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ 15 ഡേയ്സിൽ എന്തോ ഇഞ്ചക്ഷനൊക്കെ ആ സമയത്ത് ചെയ്യുക എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ഞങ്ങൾ പിന്നെ. പക്ഷേ ഈ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ തമാശ ഒരാളോട് പറഞ്ഞിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കുകയും അത് പറയുമ്പോൾ തന്നെ ആ സെൻസിലെടുക്കുകയും അത് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കുകയും അത് തിരിച്ച് അതിനേക്കാൾ ഗംഭീരമായിട്ട് തരാൻ പറ്റുന്ന കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർക്ക്, പക്ഷേ പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ കുറച്ച് അല്ലേ, വേറെ എല്ലാത്തിലും അവർ മുമ്പിലാണെങ്കിലും ഈ ഹ്യൂമർ സെൻസ് ആസ്വദിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികൾക്ക്. പക്ഷേ കുറേ ആൾക്കാരാണ് അത് തിരിച്ച് അങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ. ഞാൻ ഒരു തിയേറ്ററിൽ എൻ്റെ സിനിമകളെ ഏറ്റവും കൂടുതൽ വിജയിപ്പിച്ചിരിക്കുന്ന സ്ത്രീജനങ്ങൾ തന്നെയാണ്. കാരണം അവരുടെ ചിരി എന്ന് പറഞ്ഞാൽ ഒരാണ് ചിരിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ ചിരിക്കുന്നവരാണ്. അവർ ഭയങ്കര ആസ്വദിക്കും, അല്ല എൻജോയ് ചെയ്തിട്ടാണ് ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ പക്ഷേ ഈ പെൺകുട്ടികൾക്ക് അത് തമാശ പ്രകടിപ്പിക്കുക, അത് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ഉള്ള സാധനം ഉണ്ടല്ലോ, അതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് മമത മോഹൻദാസ്. അപ്പോൾ അത് നമ്മുടെ സിനിമ പിന്നെ ഞങ്ങൾ തമ്മിൽ പോട്ടിയാണല്ലോ, എപ്പോഴും ടീമുകളൊക്കെ ആയിട്ടുള്ള പ്രണയ നായികമാരെക്കാട്ടിലും മമത മോഹൻദാസ് ദിലീപ് കോമ്പിനേഷൻ കുറച്ചുകൂടി. ഞങ്ങൾ അടുത്ത സിനിമ വരുന്നുണ്ട് ഹി ആൻഡ് ഷീ എന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കാം. അത് അങ്ങനെയൊക്കെ ഉണ്ടാവും, പ്രണയവും അടിയൊക്കെ തന്നെയാണ്. അതാണ് ഹി ആൻഡ് ഷീ, അവനും അവളും എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കോമ്പിനേഷനിൽ ഇപ്പോൾ വന്ന് നിൽക്കുന്ന നീത പിള്ളൈ
നീത പിള്ള. പേരല്ലേ? അതെ അതെ. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഒരു നായികയാണ്? നീത ശരിക്കും ഭയങ്കര ഫൈറ്ററൊക്കെ ആണല്ലോ, ജൂഡോ. ഞാൻ പറഞ്ഞു ദൈവമേ നമ്മൾ ആ കുട്ടിയോടൊക്കെ വല്ല ഇന്ത്യ ഇടിക്കോടോ ചോദിച്ചിട്ട്. പക്ഷെ പാവം അവരെ സംബന്ധിച്ചിട്ട് അവർ ഈ റൊമാൻസ് ഒക്കെ ഉള്ള സിനിമയിലൊന്നും അങ്ങനെ അഭിനയിച്ചിട്ടില്ല. ഇത് 4ാമത്തെ സിനിമയാണ്. അപ്പം നീതയ്ക്ക് സംബന്ധിച്ച പക്ഷേ അവർ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ആക്ട്രസ്സാണ്. അവർ എനിക്ക് തോന്നുന്നു ഭാവി മലയാള സിനിമയിൽ വളരെ സജീവമാവാൻ അങ്ങനെ സാധ്യതയുള്ള ഇതാണ്. പക്ഷേ നന്നായിട്ട് ഡാൻസ് ചെയ്യും, അതുപോലെ നന്നായിട്ട് പാടാൻ കപ്പാസിറ്റി ഉള്ള ആളാണ്. പക്ഷേ സിനിമയിൽ അഭിനയിക്കുന്ന പാട്ട് നിർബന്ധമൊന്നുമില്ല എന്നാലും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പാപ്പൻ നിങ്ങളെല്ലാം കണ്ടതാണ്, പിന്നെ മറ്റേ അതൊക്കെ അതിന് മുമ്പത്തെ പടവും കണ്ടതാണ്, പിന്നെ പൂമരം. ഇപ്പോൾ ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര കാര്യം അവർ ചെയ്യാത്തൊരു രീതികളാണ്. ഇപ്പോൾ നീത ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ പാടി അഭിനയിക്കുന്ന ഈ സിനിമയിൽ. ഒരു സിനിമയിൽ അവർ പാട്ട് പാടുന്നുണ്ടെങ്കിലും അഭിനയിച്ചിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ലിപ്പ് കൊടുത്ത് പാടുക എന്നൊക്കെ പറയുന്നൊരു സാധനമല്ല. അപ്പോൾ അതൊക്കെ രസകരമായിട്ട് നമുക്ക് നല്ലൊരു കോ ആർട്ടിസ്റ്റ് തന്നെയാണ് നീത. എനിക്കിപ്പോൾ ഇത്രയും നേരം ദിലീപേട്ടൻ പറഞ്ഞു കേട്ടപ്പോൾ മനസ്സിലായത് ഒരു തിയേറ്ററിൽ നമുക്ക് എൻ്റർടൈൻഡ് ആവാൻ പാകത്തിൽ കുറച്ച് റൊമാൻസ് ആണെങ്കിലും ഒരു ഫാമിലി ഓറിയൻറ്റഡ് സ്റ്റോറിയിലൂടെയൊക്കെ പോയിട്ട് തന്നെ പിന്നീട് ആ ഒരു കഥയുടെ ഡെപ്തിലേക്ക് പോകാൻ അങ്ങനെയാണ് തങ്കമണി ഫ്രെയിം ചെയ്തിരിക്കുന്നത് അല്ലേ? നമുക്ക് ചെന്ന അതിനൊരു രീതികളല്ല, അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് രീതി, മേക്കിംഗ് രീതിയൊക്കെ ആൾക്കാരെ എൻഗേജിങ് ആക്കുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്ത് എന്താണ് തങ്കമണിയെ കുറിച്ചിട്ട്, ആ സിനിമ കാണുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ ദിലീപേട്ടന് പറയാനല്ലേ? മാർച്ച് 7 ഈ സിനിമ നിങ്ങളുടെ അടുത്ത തിയേറ്ററിൽ വരികയാണ്. ഈ സിനിമ എന്ന് പറയുന്നത് 1986 നടന്ന സംഭവമാണ്. അതിന് നമ്മളിപ്പോഴത്തെ അവസ്ഥയിൽ ഈ ട്രൂ ഇവൻറ്റ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തിൽ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമെന്നാണ് നമ്മുടെ വിശ്വാസം. നിങ്ങൾ എന്നാലും ഈ സിനിമ കാണുക, അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഈ ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ പറയട്ടെ, ഞാൻ പല ഇൻ്റർവ്യൂസ് ഇടുന്ന സമയത്ത് ഇപ്പോൾ ദിലീപേട്ടൻ്റെ പടങ്ങൾ എപ്പോഴെങ്കിലും ആ സമയത്ത് റിലീസാവാൻ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ബാന്ദ്രയൊക്കെ റിലീസാവുന്ന സമയത്ത് എനിക്കൊരു ഒരു കമൻറ്റ് വരും താഴെ, ഞാൻ ചെയ്ത ഇൻ്റർവ്യൂവിന് താഴെ, വിജിത ദിലീപേട്ടനെ ഇൻ്റർവ്യൂ ചെയ്യൂ, ബാന്ദ്ര റിലീസ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, വിജിത ദിലീപേട്ടനെ ഇൻ്റർവ്യൂ ചെയ്യൂ, തങ്കമണി റിലീസ് എന്ന് പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് ദിലീപേട്ടനെ ഇന്റർവ്യൂ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ കമന്റ് എനിക്ക് വന്നുകൊണ്ടേ ഇരിക്കാറുണ്ട്. മുഹമ്മദ് അനസ് എന്നാണ് പ്രൊഫൈൽ നെയിം. അത് ഫേക്ക് ആണോ റിയൽ ആണോ ഒന്നും അറിയില്ല. എന്താണെങ്കിലും ആൾക്ക് സമാധാനമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും മലയാളത്തിൽ നമ്മളെ ഒരുപാട് കുടുകൂടെ ചിരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ദിലീപേട്ടൻ ഒരുപാട് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള റോളുകളിലൊക്കെ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും തരുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ നിങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു അടുത്ത സിനിമ വരുന്നുണ്ട്, പവി കെയർടേക്കർ. അതിന്റെ പോസ്റ്ററൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ടീസർ ഉണ്ടില്ല? ടീസർ ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിച്ചു, ഇന്നും ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ കാണാം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ബെസ്റ്റ് വിഷസ്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഓക്കെ.